എല്ലാവർക്കും നമസ്കാരം. ഗുഡാർസ്യം. ഞാൻ അനിരുദ്ധൻ, ചാലക്കുടി, സ്റ്റാർപ്പേൽ. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ഈ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആർസി എന്ന പ്രസ്ഥാനത്തിലൂടെ ഏതൊരു വ്യക്തിക്കും വിജയിക്കാമെന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഗെറ്റ് ലീഡേഴ്സ് ഇന്ന് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് തുടർന്നുള്ള നടത്തിപ്പിന് വേണ്ടി ഞാൻ നമ്മുടെ എല്ലാം ഗൈഡ് ലീഡറും മോട്ടിവേറ്ററും ഹെൽത്ത് അഡ്വൈസറും ഡോക്ടറുമായ നമ്മുടെ രാൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം സാർ. എല്ലാവർക്കും നമസ്കാരം. JRCM ഹൗ ടു ഡെവലപ്പ് ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാ മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയെങ്കിലും തലങ്ങളിൽ അതിന് വളർച്ച ഇല്ലെങ്കിൽ അതിന്റെ കാരണം അവർ തന്നെയാണ്. നമ്മുടെ സക്സസിന്റെയും ഫെയിലിയറിന്റെയും ബേസിക് റീസൺ നമ്മൾ തന്നെയാണ്. എന്നെ പരിചയപ്പെടുത്തി എന്റെ പേര് ഡോക്ടർ രാജൻ. നാച്ചുറോപ്പതിയാണ് യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. RCM കഴിഞ്ഞ 13.5 വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. RCM പ്രൊമോട്ട് ചെയ്യല്ല, ഞാൻ RCM ജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നാളെ നമുക്ക് തൃശ്ശൂരില് ബാട്രാക്കിൽ ഒരു പുതിയൊരു ഷോപ്പിന്റെ ഉദ്ഘാടനം ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഫൈനൽ ടച്ചപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ നോക്കുക, നല്ല എയർ കണ്ടീഷൻ ഷോറൂമാണ്. 530-600 സ്ക്വയർ ഫീറ്റ് സ്റ്റോർ റൂം ഉൾപ്പെടെ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള 3 ഷോപ്പുകൾ നാളത്തെ ദിവസം കേരളത്തില് ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നമുക്ക് RCM എത്രമാത്രം വളരുന്നുണ്ട്. ഈ വളർച്ചയുടെ കൂടെ നമുക്ക് ജസ്റ്റ് കൂടെ ഒന്ന് കൈ പിടിച്ച് നിൽക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് വളരാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം പുതിയ ഉൽപ്പന്നങ്ങൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ എടുത്തപ്പോ മോളി ആന്റണി ഫാമിലി കരുതി ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സാധനങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ 6.25 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റുകൾ വെച്ച് നോക്കിയപ്പോൾ ഇനിയും കുറെ പ്രൊഡക്റ്റുകൾ വെക്കാൻ ബാക്കിയാണ്. അപ്പൊ ഇത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് വളരണം. നമുക്ക് വളർന്നാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ ടീമിലെ ആളുകൾക്കും നമ്മുടെ അസോസിയേറ്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ സമൂഹത്തിനും മൊത്തത്തില് നമ്മുടെ രാഷ്ട്രത്തിനും വലിയൊരു വളർച്ചയായിട്ട് മാറും. അപ്പോ ഇതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനൊരു ABCD ഓഫ് സക്സസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മുടെ ഗ്രീഡ് സാർ പറഞ്ഞുതരും. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഏതൊരു മേഖലയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് വേണ്ടത് ബേസിക് ആയിട്ട് ആ സിസ്റ്റത്തിനെ കുറിച്ചുള്ള നോളേജ് ആണ്. ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകളിൽ ഉള്ളതുപോലെ തന്നെ അവിടെ ആളുകളെ ചേർത്ത വരുമാനമൊന്നും കിട്ടില്ല. പല ആളുകളും കരുതുന്നത് അതേ രീതി ഇവിടെ ഫോളോ ചെയ്ത് സക്സസ് ആവില്ല. നിങ്ങൾ എത്ര ആളുകളെ ചേർത്തിട്ട് ഒരു ഗുണവുമില്ല. പക്ഷെ അവരൊക്കെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുകയും ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർ ബിസിനസ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ വോള്യം. ബിസിനസ് വോള്യത്തിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ആളുകൾ പർച്ചേസ് ചെയ്യണം. ആളുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആളുകൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബേസിക് പോളിസി ഇതാണ്: 100% പ്രൊഡക്റ്റ് യൂസ്. 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. എനിക്കിഷ്ടമില്ല ഈ ഉൽപ്പന്നം എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ആ ബിസിനസ്സിൽ വളരില്ല. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് അത് ഒരു പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, പക്ഷെ അതിന് ഗുണം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ഗുണമില്ലാത്ത ഒരു പ്രൊഡക്റ്റും RCMില്ല. സോ ആദ്യം ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ: 100% പ്രൊഡക്റ്റ് യൂസ്. 100% പ്രൊഡക്റ്റ് യൂസ്. നിങ്ങൾ ഇപ്പോഴും എനിക്കറിയാം നല്ലപോലെ ആളുകളുണ്ട്, അവർ സെലക്ടഡ് ആയിട്ട് ഒരു 8-10 ഐറ്റംസ് മാത്രം വാങ്ങിക്കും. പരിപ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കും, RCMന്ന് വാങ്ങിക്കില്ല. പിന്നെ ചായപ്പൊടി, എനിക്ക് ഈ ചായപ്പൊടി അത്ര പറ്റില്ല, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ചായപ്പൊടി അതെ പറ്റില്ല. പിന്നെ ഫുഡ് സപ്ലിമെന്റ്സ് എനിക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ എനിക്ക് കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഞാൻ ഗാർഡൻ ഗോൾഡോ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, അവരുടെ വിജയത്തിന്റെ ഗ്രാഫ് വളരെ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ അത് വളരെ സ്റ്റാഗ്നന്റ് ആയിരിക്കും. അപ്പൊ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ: ആദ്യം ചെയ്യേണ്ട കാര്യം, RCM ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം 100% പ്രൊഡക്റ്റ് യൂസ്. അവിടെ കോംപ്രമൈസ് ഇല്ല. നോ കോംപ്രമൈസ് മീൻസ് നോ കോംപ്രമൈസ്. അപ്പൊ ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക. പിന്നെ നമുക്ക് വേണ്ടത് എത്രയേ ഉള്ളൂ: നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. എത്ര കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റും അത്ര കൂടുതൽ വളരാൻ പറ്റും. ഇതൊരു ലേണിംഗ് ബിസിനസ് ആണ്. ലേണിംഗിലൂടെ ഏണിംഗ് കിട്ടുന്ന ഒരേ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് RCM. ഞാൻ ഈ കടയിൽ നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം എനിക്ക് പൊതുവെ ഈ സൂം മീറ്റിങ്ങിലൊക്കെ പൊതുവെ ഇരുന്ന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ഒരു പുതിയ കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതുകൊണ്ട് വളരെ കംഫർട്ടബിളി നടന്ന് സംസാരിക്കാം. നമ്മുടെ കയ്യിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ട്. ഈ ബുക്ക് 10 എണ്ണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് കൊണ്ടുവന്ന സ്റ്റോക്ക് കംപ്ലീറ്റ്ലി ഒരെണ്ണം പോലും ബാക്കിയില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ലീഡേഴ്സിന്റെ കയ്യിൽ ഈ ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ഒരെണ്ണം വാങ്ങി എപ്പോഴും കൊണ്ടു നടക്കുക. ഒരു 5-10 എണ്ണം കയ്യിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുക? നമുക്കൊരാളോട് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ വെർബലി ഇങ്ങനെ ഘോരം പ്രസംഗിക്കും. അതല്ല വേണ്ടത്. വെർബലിനേക്കാൾ നല്ലതാണ് വിഷ്വൽ. അത് ഏത് കാര്യത്തിലും അതെ അല്ലെ. ഇപ്പൊ നമ്മൾ റേഡിയോയിലൊക്കെ പല കാര്യങ്ങളും പണ്ട് കേൾക്കാറുണ്ട്.
അതിനേക്കാൾ എത്രമാത്രം എഫക്റ്റീവ് ആണ് നമ്മളൊരു TV-യിൽ കാണുന്നത്. അപ്പൊ വിഷ്വലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് കൊണ്ട് മാർക്കറ്റിംഗ് പ്ലാൻ പറയുന്ന ഒരു രീതി നിങ്ങൾ കൊണ്ടുവന്നാൽ, ഇന്ന് നമ്മൾ പറയാറുണ്ട് 10-650 പ്രൊഡക്റ്റുകളുണ്ട്, 1 by 1 ആയിട്ട് കാണിച്ചു കൊടുത്താൽ ഒരൊറ്റ പ്രൊഡക്റ്റ് പോലും കയ്യിലില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ വളരെ മനോഹരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം. അപ്പൊ പുതിയ പ്രസ്റ്റീജിന്റെ ഒരുപാട് പുതിയ പ്രൊഡക്റ്റ്, കഴിഞ്ഞ മാസം തന്നെ 5 പുതിയ പ്രൊഡക്റ്റുകൾ വന്നു, നല്ല ഹൈ വോള്യം ഉള്ളത്. എല്ലാ ദിവസവും നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം അത് കൺസ്യൂമബിൾ അല്ല. പക്ഷേ 1-2 തവണ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ഒരു തറോ നോളേജും ഈ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള അറിവുണ്ടായിരിക്കണം. ഒപ്പം നമ്മുടെ കയ്യിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടായിരിക്കണം. അപ്പോൾ 1 100% പ്രൊഡക്റ്റ് യൂസ്, 2 ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ട്രെൻഡ്. എപ്പോഴും നമ്മൾ വി ഷുഡ് ബി ഓൾവേസ് എ സ്റ്റുഡൻറ്. ഈ ബിസിനസ്സിൽ വളർന്ന ഏതൊരു വ്യക്തി അവരെപ്പോഴും ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. നമ്മൾ പറയാറുണ്ട് നമ്മൾ ശരിക്കും ഒരു സ്പോഞ്ച് പോലെ ആയിരിക്കണം. എന്താ സ്പോഞ്ചിന്റെ പ്രത്യേകത? എവിടെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന് അത് വലിച്ചെടുക്കും. അപ്പൊ ആ രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് ഇതിൽ വളരാൻ പറ്റുള്ളൂ. അപ്പൊ ലേണിംഗ് ആൻഡ് ഏണിംഗ് വരുന്ന ഒരേ ഒരു ബിസിനസ്സാണ്. പല ആളുകളും എന്താണ് ഏണിങ്ങിനെ അന്വേഷിച്ച് വരും. ഏണിംഗ് വേണം, പൈസ വേണം, പൈസ നെയ്യ് ആയക, പൈസ വരില്ല. കുറെ നേരം ഓടും, പൈസ വരാത്തതുകൊണ്ട് അവർ വിട്ടുപോകും. എന്നിട്ട് വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലൊക്കെ പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവർക്ക് ഇവിടേക്ക് വരാനുള്ളത്, കാരണം മറ്റൊരു സിസ്റ്റം ഇപ്പോ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ മാസം നമ്മുടെ ടീമിൽ വന്ന ഏകദേശം കഴിഞ്ഞ ഒറ്റ മാസത്തെ വളർച്ച, ഈ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും എന്റെ ടീമിലുള്ളതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. 67 ലക്ഷം രൂപ മിനിഞ്ഞാന്ന് വൈകിട്ട് ഒരു 6:30-ക്കുള്ളിൽ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളും പ്ലസ് അവരുടെ ടീമിലും കൂടി ആളുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നൊരു സമയത്ത് 67 ലക്ഷം രൂപ ടാക്സ് കഴിച്ചിട്ട് ഈ ആളുകളുടെ കയ്യിൽ വന്നുവെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്, ഇതൊരു തമാശയല്ല. അപ്പൊ ഇതിനെ അതിൻ്റെതായ സീരിയസോടുകൂടി വെക്കണം. നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്, പല ആളുകളും ചെയ്യാറുണ്ട്, ടൈം പാസ് ആയിട്ട് ആർസിംസ്. യു ഡോണ്ട് ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ വിട്ടുപോക്കുള്ളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. ആർസിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യും. 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ. ഞാനൊക്കെ ഒരു 18-19 മണിക്കൂർ ഒരു ദിവസം ആർസിമിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആർസിമിൽ വർക്ക് ചെയ്താൽ നമ്മൾ പലപ്പോഴും ടയർഡ് ആവും. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ടയർനെസ് തോന്നാറില്ല, അല്ലേ? നമ്മൾ ആരും പറയാറില്ല ഞാൻ ജീവിച്ച് ക്ഷീണിച്ചു എന്ന് ആരും പറയാറില്ല. അപ്പൊ ആർസിമിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അത് 100% ഒരു കമ്മിറ്റ്മെന്റോടുകൂടി നമ്മൾ ചെയ്തിരിക്കണം. അപ്പോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല നോളജ് വേണം. ഡെയിലി ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചെങ്കിലും പഠിക്കാം. കാരണം ആളുകളുടെ അടുത്ത് പറയുമ്പോൾ എന്താണ് ഈ മൾട്ടിപർപ്പസ് ക്രീമിന്റെ പ്രത്യേകത നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മൾട്ടിപർപ്പസ് ക്രീം നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ കറ്റാർവാഴ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ടെന്നും അതിൽ വൈറ്റമിൻ ഇ ധാരാളം ഉണ്ടെന്നും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായ സർവ്വ പ്രശ്നങ്ങളും മാറുമെന്നും ഇതിന് സമാന ഗുണം നൽകുന്ന മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ ഏകദേശം 6 മടങ്ങ് വിലയുണ്ടെന്ന് ഒരു കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ they will buy it. അവർ വാങ്ങിച്ചാൽ, അവരുപയോഗിച്ചാൽ അവർ സാറ്റിസ്ഫൈ ആകും, അവർ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവ് വേണം. അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല നോളജ്, ഈ സിസ്റ്റം എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ ആളുകളെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പല ആളുകളും വരുമ്പോൾ സംഭവിക്കുന്നത്, ഒന്ന് അവർ പഠിക്കില്ല, ഒന്നും പഠിക്കില്ല. ഐ നോ എവറിത്തിങ് ഒരു ആറ്റിറ്റ്യൂഡ് എവിടെയുണ്ടോ അവിടെയൊക്കെ അവരെപ്പോഴും പരാതിക്കാരായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, ആരെങ്കിലും നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് കൂടുതൽ പരാതി പറയുന്നുണ്ടെങ്കിൽ അവർ മുഴുവൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഒന്നും പഠിക്കാത്ത ആളുകളായിരിക്കും. ഏറ്റവും കൂടുതലല്ല, ഒന്നും പഠിക്കാത്ത ആളുകളാണ് പരാതി കൂടുതൽ. അവരൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, ഒരു പ്രൊഡക്റ്റിനെ ചോദിച്ചാൽ പറയാനറിയില്ല, പക്ഷെ പരാതികൾ കൂടുതലായിരിക്കും. They always complain. complaining. അത് അപ്ലൈനെ കുറിച്ച് പറയും, ഡൗൺലൈനെ കുറിച്ച് പറയും, കമ്പനിയെ കുറിച്ച് പറയും, പ്രൊഡക്റ്റിനെ കുറിച്ച് പറയും, ഡിപ്പോയെ കുറിച്ച് പറയും. ഓൾവേസ് കംപ്ലൈനിങ്. അപ്പൊ ഈ കംപ്ലൈന്റ് ചെയ്യുന്ന ആളുകൾ എന്താ? അവർ പഠിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വീണ്ടും പറയണം, the more you learn, the more you can earn. എത്ര കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത്ര കൂടുതൽ നമുക്ക് വളരാൻ പറ്റും. അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു? പല ആളുകളും ഇതിൽ ഫെയിലിയർ ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവർ വരുന്നത് ഓവർ എക്സ്പെക്ടേഷൻ ആണ്. ഇവിടെ പല ആളുകളും വന്നു, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തു, കാര്യമായിട്ട് ഇതിലൂടെ വരുമാനം ഒന്നുമില്ല. കാരണം ഇതിൽ ഫോക്കസ്ഡ് അല്ല, മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഇതിലെങ്ങനെ വരുമാനം കിട്ടുക? നിങ്ങളൊരു ജോലിക്ക് പോകുന്നു, 8 മണിക്കൂർ ജോലിക്ക് പോയ ഒരു മാസം 10-12,000 രൂപ വരുമാനം കിട്ടുമെങ്കിൽ ആ ജോലിക്ക് നിങ്ങൾ ഇടയ്ക്കും തലയ്ക്കും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോസ് പറയും ഇനി മേലെ വരണ്ട, നിങ്ങൾക്ക് വരുമാനമില്ല. ശരിയല്ലേ? അപ്പൊ ഈ ആർസിം ബിസിനസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. എവറി ഡേ യു ഹാവ് ടു ഡു സം ആക്ടിവിറ്റീസ്. അതായത് ഈ ബിസിനസ് വളർത്താൻ വേണ്ട ആക്ടിവിറ്റീസ് റെഗുലർ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോ സക്സസ് അല്ലാത്ത ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ ഓവർ എക്സ്പെക്ടേഷൻ. 6 മാസം കൊണ്ട് ഒരു 10-30,000 40,000 രൂപ വരുമാനം കിട്ടണം. വരുമാനമൊക്കെ കിട്ടും, 6 മാസം ഒന്നും വേണ്ട, ഒറ്റ മാസം കൊണ്ട് കിട്ടും. പക്ഷെ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യില്ല. അപ്പൊ പരാതി പറയുമ്പോ ഇതിലൊന്നും ഒരു വലിയ കാര്യമില്ല, വേറെ നെറ്റ്വർക്ക് 1 വെച്ചാൽ 2 വെച്ചാൽ 4 വെച്ചാൽ 8 വെച്ചാൽ 16 വെച്ചാൽ പിന്നെ 16 അടിയന്തരം. ഏത് ആ കമ്പനിയുടെ അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പോയിട്ട് ആളുകൾ എപ്പോഴും വളരെ ഡള്ളായിരിക്കും. പക്ഷെ ആർസിമിൽ സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ ഹെൽത്തി ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും, വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, നല്ല നോളജ്ഫുൾ ആയിരിക്കും. കുറച്ചു മുമ്പ് ഒരു ലേഡി എന്നെ വിളിച്ചു.
ഒരു 10-26 വയസ്സ് പ്രായമുണ്ട്. അവരെന്നോട് രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അവരെ ഇപ്പൊ പലരും വിളിക്കുന്നത് ഡോക്ടർ എന്നാണെന്ന്. ആർസിമിൽ വരുന്ന ആളുകൾക്ക് ഒരു ഡോക്ടർ പട്ടം സ്വയം കിട്ടും. കാരണം അവരവരുടെ രോഗത്തെ ചികിത്സിക്കുന്ന ഡോക്ടറായിട്ട് മാറും. കാരണം അത്രമാത്രം അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ അറിവുകൾ അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കണം. സ്പോഞ്ചിന്റെ പ്രത്യേകത എവിടെ വെള്ളമുണ്ടെങ്കിലും അത് വലിച്ചെടുക്കും. ഓക്കെ, അപ്പോ ബിസിനസിന് വളർച്ചയ്ക്ക് നമുക്ക് നോളജ് വേണം, നോളജും വേണം, നമുക്ക് ബിലീഫും വേണം, നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഇതിൽ എനിക്ക് വളരണം, ഇതിലൂടെ വളരണം, എനിക്ക് എന്റെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവണം. എനിക്ക് മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഓവർ എക്സ്പെക്ടേഷനോട് കൂടി ഒരു മനുഷ്യന് ആർസിമിലേക്ക് വരണ്ട. ഇത് ഒരു ക്വിക്ക് മണി മേക്കിംഗ് സ്കീം അല്ല, അങ്ങനെ കരുതിയേ വേണ്ട. ക്വിക്ക് മണി മേക്കിംഗ് സ്കീം അല്ല എന്ന് പറയാനുള്ള കാരണം ഇതിൽ അങ്ങനെ പെട്ടെന്നൊന്നും പൈസ വരില്ല. കാരണം എന്താ, നമ്മൾ പുറമേ ഒരു കടയിൽ പോയിട്ട് ഒരു നല്ല സോപ്പ് വാങ്ങിക്കുന്നത് 32-40 രൂപയ്ക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സോപ്പ് വാങ്ങിക്കുന്നതിന് പകരം അതിനേക്കാൾ നല്ലൊരു സോപ്പ്, ഒരു ഗ്രേഡ് 1 സോപ്പ് 22 രൂപയ്ക്ക് കിട്ടുന്നു. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ആള് പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മുടെ കയ്യിൽ നിന്ന് പോകാമായിരുന്ന ഒരു 12-15 രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അത് നമ്മുടെ വരുമാനമാണെന്ന് പലരും മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ കരുതുന്നത് എന്താണ്, ഒരു സോപ്പ് വിറ്റാൽ എത്ര, 1.20 ബാങ്കിൽ വരും, അല്ലെങ്കിൽ 90 പൈസ ബാങ്കിൽ വരും. അതുകൊണ്ട് അതല്ല. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിക്കണം. ഇതിനെ ഉൽപ്പന്നങ്ങളെ മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു വിപണനമല്ല നമുക്ക് വേണ്ടത്. ഇത് തരുന്ന വലിയൊരു അവസരത്തെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഈ അവസരത്തെ കണ്ട വ്യക്തികൾ ഇതിൽ ഫാസ്റ്റ് ആയിട്ട് വളർന്നിട്ടുണ്ട്. അങ്ങനെ വളർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ട് വരാൻ പോകുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് എമറാൾഡ് ഗിരീഷ് സാർ. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ പേരിന് മുന്നിലുള്ള ആ ഒരു പൊസിഷൻ വീണ്ടും നമ്മൾ മാറും. അത് നമുക്ക് അധികം താമസിയാതെ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ അദ്ദേഹം ചെയ്തത് കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു, വളരെ ഭംഗിയായിട്ട് പഠിച്ചു, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചു. പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്തു, അത് തന്നെ റിപ്പീറ്റ് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതായത് പലർക്കും തോന്നും, മടുപ്പ് തോന്നുന്ന രീതിയിൽ വരെ റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അതിനൊരു ഗുണം എന്താ, ആൾ അതില് സ്ട്രോങ് ആയി. അപ്പൊ അദ്ദേഹം നേരത്തെ അനിരുദ്ധൻ സാറ് പറഞ്ഞു 5 മണിക്കൂർ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് വളരെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ള ആളുകൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും രാവിലെ കുറച്ച് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചായ് മസാലയൊക്കെ ഇട്ട് ഭംഗിയായിട്ട് റെഗുലർ ആയിട്ട് കഴിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2-3 തവണ നമ്മൾ ഗാർഗിൾ ചെയ്യുന്ന നല്ലതാണ്. അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഗാർഗിൾ ചെയ്യുക. അതൊക്കെ തൊണ്ടയ്ക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ ചവനപ്രാശം ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ട്, എനർജി ബൂസ്റ്റർ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാം നമുക്ക് ഗുണം ചെയ്യും. അപ്പോ ആർസിഎം ബിസിനസ്സിൽ നമുക്കുള്ള ഒരു എനർജി ബൂസ്റ്റർ ആയിട്ടുള്ള ഗിരീഷ് സാർ നമുക്ക് പറഞ്ഞു തരും ഈ ബിസിനസ്സിൽ നമുക്ക് എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് സക്സസ്ഫുൾ ആവാം. ഈ ഫാസ്റ്റ് ആയിട്ട് സക്സസ്ഫുൾ ആവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞുതരും. അടുത്ത ഏകദേശം 1 മണിക്കൂർ സമയം നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കാം, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം, അദ്ദേഹത്തിന്റെ ആശയത്തെ ഉൾക്കൊള്ളാം. അദ്ദേഹം വളരെ ഫാസ്റ്റ് ആയിട്ട് എമറാൾഡ് എന്ന് പറഞ്ഞ പൊസിഷൻ എത്തിയ ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു ഡയമണ്ട് എന്ന പൊസിഷൻ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്യും. കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ കാൽക്കുലേറ്റഡ് മൂവിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽ പ്ലാൻഡ് ആണ് ബിസിനസ്, വെൽ പ്ലാൻഡ് ആണ്. ശരിക്കും ഒരു പട്ടാളക്കാരൻ തന്നെയാണ് അദ്ദേഹം. എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം എന്റെ ടീമിലാണ് വന്നിട്ടുള്ളത്. കാരണം ഒരു പട്ടാളക്കാരൻ എപ്പോഴും വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഒരു ടൈം പറഞ്ഞാൽ, ഒരു ആക്ടിവിറ്റി പറഞ്ഞാൽ, ഒരു ആക്ഷൻ പറഞ്ഞാൽ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം തീർച്ചയായിട്ടും നമുക്കൊരു അസറ്റാണ്. അദ്ദേഹത്തിന്റെ ടീമിന് മാത്രമല്ല, കംപ്ലീറ്റ് ഇന്ത്യയിലെ മൊത്തം ആർസിഎം പ്രവർത്തകർക്ക് ഒരു അസറ്റാണ്. അപ്പൊ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരും എങ്ങനെ ഈ ബിസിനസ്സിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സക്സസ്ഫുൾ ആവും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോട്ട് ചെയ്യുക, എഴുതിയെടുക്കുക. പേപ്പറിലല്ല എഴുതേണ്ടത്, പേപ്പറിൽ എഴുതിക്കോളൂ, നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. അപ്പൊ നിങ്ങൾ എല്ലാവരും അനുഭവത്തോടു കൂടി, നല്ല വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു കരഘോഷത്തോടു കൂടി ഞാൻ ഗിരീഷ് സാറിനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയാണ്. ഗിരീഷ് സാർ, പ്ലീസ് ബി ഓൺ ദ സ്റ്റേജ്. വെൽക്കം. GRCM സാർ. ഗുഡ് ഈവനിങ് എവരിബഡി. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഗിരീഷ് സാർ എന്താണോ പറയാൻ പോണത്. ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരും ഓൾറെഡി എനർജറ്റിക് ആണ് അല്ലെ? കാരണം ഇന്ന് ആളുകൾക്ക് തൊഴിലില്ല, ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടു, തൊഴിലാളികളെ പിരിച്ചുവിടുന്നു, ഗവൺമെന്റ് ജോലിക്കാരെ ശമ്പളം വെട്ടി കുറച്ചു, വിദേശത്തുള്ള ജോലിക്കാരെ തിരിച്ചുവിടുന്നു, അവിടെയുള്ള ആളുകൾ കൊറോണയായിട്ട് വീട്ടിലിരിക്കുന്നു. സത്യം പറഞ്ഞാല് എന്താ പറയാ, നമ്മൾ ആർസിഎമ്മിലൊക്കെ വന്നത് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാണ്. അതിലുപരിയായി എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ ഗുരുക്കന്മാരോട്. ഞാൻ 2006 ഓഗസ്റ്റ് 15 ആർസിഎമ്മിലേക്ക് വരുമ്പോ സാറ് പറഞ്ഞൊരു കാര്യം, ഗിരീഷെ ഒരു തീരുമാനം എടുക്കും, തീരുമാനം ഗിരീഷിന്റെയാണ്. എന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു 17 വർഷക്കാലം.
2007 RCMനെ കുറിച്ച് കേട്ടെങ്കിലും അത്ര കാര്യമൊക്കെ എടുത്തില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും, എനിക്ക് തോന്നുന്നു എത്ര ആളാണ് ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ല, 250ഓളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ഒരു പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. 2007 ഞാൻ കേട്ടു, വരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. നല്ല ഉൽപ്പന്നമായിരുന്നു RCMന്റെ, അല്ലെ? നിങ്ങൾ ഒരു പക്ഷെ കുറെ കാലമായിട്ട് RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ഇതിന്റെ വലിയൊരു ബിസിനസ് ക്ലാസ് കേൾക്കുമ്പോ അമ്പോ ഇതിൽ ഇത്ര അവസരം ഉണ്ടായിരുന്നു. ഞാൻ കുറെ കാലമായിട്ട് RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ ഏരിയയില്, ഞാൻ ചാലക്കുടിയിലാണ് എന്റെ വീട്. ഇപ്പൊ നിങ്ങൾക്ക് വരാൻ പറ്റില്ല, കാരണം അവിടെ ഒന്നുമില്ല. ടൂറിസ്റ്റ് മേഖല എല്ലാവരും അടച്ചിട്ടു. അപ്പോ RCMയില് ഞാൻ 2016 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് രണ്ടാമത് RCMനെ കുറിച്ച് കേൾക്കുന്നത്. സാറ് പറഞ്ഞപ്പോ ഞാൻ ഒരു തീരുമാനം എടുത്തു, വിദേശത്ത് പോകണ്ട. എന്റെ മറ്റുള്ള ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടായിരിക്കും. പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ വിദേശത്ത് പോയി. തിരിച്ച് 2016 വരുമ്പോഴാണ് കൂടുതൽ RCMനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇടവന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇനിയെങ്കിലും നിങ്ങൾ RCMന്റെ അവസരം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ണും കാതും തുറന്നിരിക്കുക. കഴിഞ്ഞ ദിവസം ജോർജേട്ടന്റെ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം, നിങ്ങളുടെ കാതുകൾ കുത്തി തുറക്കൂ, എന്തെങ്കിലും എടുത്ത് കണ്ണിന്റെ പോളകൾ അഴിച്ചു മാറ്റി വയ്ക്കൂ. ജോർജേട്ടൻ പറഞ്ഞപ്പോ ചിരി വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും RCM കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇന്ന് വിദേശത്തുനിന്ന് പോലും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് RCM ചെയ്യണം സാറേ, എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം. നല്ല ജോലിയുള്ള ആള് പോലും പറയുന്നു എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം. കാരണം എന്താണ്? തൊഴിലില്ല. കഴിഞ്ഞ ആഴ്ചയിൽ 5 ദിവസം മുന്നേ ഞാൻ കൊല്ലത്ത് പോയിണ്ടായിരുന്നു. അപ്പോ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാള്, അദ്ദേഹം എൻ്റെ ഒരു ക്ലാസ് കേട്ടിട്ട് അന്ന് തന്നെ പോയിട്ട് 15,000 രൂപയുടെ സാധനങ്ങൾ എടുത്ത് ഡിസ്പ്ലേ വാള് തുടങ്ങി. സാറിനെ കൊണ്ട് ഒരു റിബൺ കട്ട് ചെയ്യിക്കണം. ഇത് ആദ്യമായിട്ട് വരുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി പറയാണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം, എന്നെ വിളിച്ചു, സാറിനെ കൊണ്ട് ഒരു റിബൺ കട്ട് ചെയ്യിച്ചാൽ മതി, ഒന്നും പറയണ്ട. ചെന്ന് കഴിഞ്ഞപ്പോ കുറെ ആളുകൾ അവരുടെ വീട്ടിലെ അയൽക്കാരൊക്കെ, അതിൽ 3 ചെറുപ്പക്കാര്, ഒരു പയ്യൻ, നല്ല ചുള്ളനായിട്ടുള്ള ഒരു പയ്യൻ, ഹാൻസം, 6 അടി ഹൈറ്റ്. ക്ലാസ്സിന് തുടക്കത്തിൽ വന്നിരുന്നപ്പോ കുറച്ച് മുഖമൊക്കെ ചുളിച്ചിട്ടായിരുന്നേ, ഇതെന്താണാവോ പറയാൻ പോണേ. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു, സാറേ മസ്കറ്റിൽ 30,000 രൂപയ്ക്ക് ഞാൻ ജോലി ചെയ്ത, വിദ്യാഭ്യാസം ഉണ്ട്, എനിക്ക് അതുകൊണ്ട് പോരായിരുന്നു. അത്രയും കാശ് നാട്ടിൽ കിട്ടുമെന്ന് വിചാരിച്ച് നാട്ടിൽ വന്നു. ഇന്ന് 10,000 രൂപയ്ക്ക് ജോലി ചെയ്യാണ്. RCMന്റെ ഒരു ഹോം ഷോപ്പ് എനിക്കും തുടങ്ങണം. എൻ്റെ ഇത് കൂട്ടുകാരനൊന്നുമില്ല, എനിക്ക് 10,000 രൂപയുടെ ജോലി എന്തെങ്കിലും ഉണ്ട്, അവന് RCMന്റെ ഒരു ഷോപ്പ് ഇടാൻ പറ്റുമോ? ഞാൻ അവനോട് പറഞ്ഞു, ചാലക്കുടിയില് എൻ്റെ ഏരിയയില് ഓരോ 3 കിലോമീറ്ററിനുള്ളിൽ RCMന്റെ ഷോപ്പുകളാണ്. ഇന്ന് ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി എടുത്ത് അളക്കും, മോട്ടോർ സൈക്കിളിലും കാറിലും കയറി ഇരുന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യും ഒരു ഷോപ്പിന്റെ മുന്നിൽ നിന്നും. അത് ഗൂഗിളിൽ പോകും, കറക്റ്റ് 3 കിലോമീറ്റർ, ഇതാ സാർ ഇവിടെ 3 കിലോമീറ്റർ ഉണ്ട്, ഇതാ ഇവിടെ എനിക്കൊരു ഷോപ്പ് വേണം. ഈ ഒരു സ്ഥിതി ചാലക്കുടിയിലെത്തി. ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം മൊത്തം കാലിയാണ്, തരിശുഭൂമിയാണ്, കൊത്തിക്കലക്കി കൃഷി ചെയ്തോളൂ. ഞാൻ ചാലക്കുടിയിൽ വരുമ്പോൾ എന്തായിരുന്നു ചാലക്കുടിയിലത്തെ അവസ്ഥ, ആ അവസ്ഥയാണ് നിങ്ങളുടെ കൊല്ലത്തും ആലപ്പുഴയിലും. അവന് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു വരുന്നത്, RCM എന്ന നന്മയെ നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. എൻ്റെ വൈഫ് പോസ്റ്റ് മാഷാണ്, എനിക്കൊരു മകൻ 10ാം ക്ലാസ്സിൽ RCMന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നു. അവന് 9A+ഉം ഒരു B+ഉം. RCMന്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും ഒരു ദിവസം പോലും അവന് സ്കൂളിൽ പോവാൻ മുടങ്ങാനായിട്ട് ഒരു ഇട വന്നിട്ടില്ല. കാരണം 100% നമ്മൾ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ ഒരു മകള്, നമ്മൾ പറയുന്ന ഒരു കാര്യം,
നമ്മൾ എല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾക്ക് ആ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ ഡോക്ടർ രാജൻ സാറ്, എന്റെ ഗ്രേറ്റ് ഗുരു സി ആർ നാരായണമൂർത്തി സാറ് എല്ലാവരെയും മൂർത്തിയാക്കുന്ന യഥാർത്ഥ മൂർത്തി, ശരിയല്ലേ? സത്യത്തില് മൂർത്തി സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സ്റ്റോറിയാണ് ഓർമ്മ വരുന്നത്. പറഞ്ഞൊരു കാര്യം, ഒരു നല്ല മഴയുള്ളൊരു രാത്രി, ആ രാത്രിയില് ഒരു വ്യക്തി ഇരുട്ടത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കൈ കാണിക്ക, ഇട്ടിരുന്ന ഷർട്ട് അദ്ദേഹം ഊരി വരുന്ന വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു. ഇങ്ങനെ കൈ കാണിക്കുന്നു രാത്രിയില്, കുരാങ്കുരി ഇരുട്ട്, നല്ല മഴ, ഒരു വണ്ടിക്കാരും പോലും നിർത്തുന്നില്ല. അദ്ദേഹം വീണ്ടും കാണിച്ചുകൊണ്ടിരുന്നു, ഒരു വണ്ടിക്കാരും നിർത്തുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോ ഒരു വണ്ടി വന്ന് ആളുടെ അടുത്ത് നിർത്തി. ആള് ചോദിച്ചു, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്, എന്താ പറ്റിയേ? വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ആള് പറഞ്ഞു, ചേട്ടാ എനിക്ക് വണ്ടിയിലൊന്നും കയറണ്ട, എന്റെ വണ്ടി ഇവിടെയുണ്ട്. ഞാൻ കൈ കാണിക്കുന്നത്, ഞാൻ കുറെ നേരമായി വണ്ടികൾക്ക് കൈ കാണിക്കുന്നു, ആരും നിർത്തുന്നില്ല. ഞാൻ നിൽക്കുന്നതിന്റെ അപ്പുറത്ത് വലിയൊരു പുഴയാണ്. ഈ മഴവെള്ളപ്പാച്ചിലില് ആ പുഴയുടെ പാലം ഇടിഞ്ഞു പോയി, പോകുന്ന വണ്ടികളൊക്കെ ആ പുഴയിലേക്ക് വീഴുന്നത്. ഞാൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൈ കാണിച്ചത്, പക്ഷെ ആരും നിർത്തുന്നില്ല. കാരണം ദുഷിച്ച മനസ്സ്. ഞാൻ നിർത്തിയാൽ ഇവനെ കയറ്റേണ്ടി വരും, ഇവനെ കയറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുലുമാലുണ്ടാവോ? ഒരാള് പോലും ആ മനുഷ്യനെ സഹായിക്കാൻ തയ്യാറായില്ല. പക്ഷെ നല്ല മനസ്സുള്ള ഒരു വണ്ടിക്കാരൻ വണ്ടി നിർത്തി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. ഇദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി കൈ കാണിക്കാം. ഞാൻ ഒറ്റയ്ക്ക് കാണിച്ചിട്ടാണ് ആരും നിർത്താത്തത്, താങ്കളും കൂടി ഇറങ്ങും, നമുക്ക് രണ്ടുപേർക്കും കൂടി കൈ കാണിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി മറ്റുള്ള വരുന്ന വണ്ടികൾക്ക് കൈ കാണിച്ചു. അപ്പോഴും കുറെ ആളുകൾ നിർത്തിയില്ല. സഹായിക്കാൻ മടിയുള്ള ആളുകള്, നല്ല മനസ്സില്ലാത്ത ആളുകള്, അവര് വീണ്ടും പോയി. പക്ഷെ കുറച്ച് വണ്ടിക്കാര് നിർത്തി, നല്ല നല്ല ആളുകൾ. അങ്ങനെ അവര് ഗ്രൂപ്പായിട്ട് മാറി, ഒരു ടീമായി മാറിയപ്പോൾ ഒരു വണ്ടി പോലും പിന്നെ ആ പുഴയിൽ പോയി വീണില്ല. ഇവിടെ ഈ സ്റ്റോറിയിലൂടെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് ഗുരു സി ആർ നാരായണമൂർത്തി സാറ്, അദ്ദേഹം ഒരു ഉറച്ച തീരുമാനമെടുത്തു. എന്ത്? RCM എന്ന പ്രസ്ഥാനം എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ വരുന്ന എല്ലാ വ്യക്തികൾക്കും വിജയിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്, ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഒറ്റയ്ക്ക് തുടങ്ങിയൊരു പ്രയാണം ഇന്ന് ഒരുപാട് ജനങ്ങളിലേക്ക് RCMന്റെ നന്മ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഗ്രേറ്റ് ഗുരു സൗത്ത് ഇന്ത്യയുടെ ഒരു സ്റ്റാർ റൂബി CR മൂർത്തി സാറിന് ഞാൻ നമസ്കാരം പറയാണ്. കാരണം അവരുടെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് നല്ല പവർഫുൾ ആയിട്ട് ഉള്ള ഒരു ടീമിനെ നയിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, പല ആളുകളും RCMൽ വന്നു, വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ സക്സസ് ആവുന്നില്ല. അതിന് കാരണങ്ങൾ എന്താണ്? കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ RCMന്റെ ABCD പഠിക്കണം. RCMന്റെ ABCD പോലും അറിയാത്ത ആളുകളാണ് RCMൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മതി. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമുലയാണ് തരുന്നത്, ABCD ഓഫ് RCM. എന്താണ് ABCD? ഇവിടെ ABCD പഠിപ്പിക്കാനൊന്നും ഒന്നല്ല. നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാം, അതിനെ എങ്ങനെ RCM ഒരു വഴിയായിട്ട് മാറും. അതിൽ ABCDയിലെ ആദ്യത്തെയാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ കാഴ്ചപ്പാട് എന്താണ്. ഇന്ന് നമ്മൾക്കറിയാം, ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന ഈ വലിയൊരു ഇൻഡസ്ട്രി, ഇതൊരു കമ്പനി ഒന്നല്ല. ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 21st സെഞ്ചുറിയുടെ ഏറ്റവും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് RCMനെ അറിയാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിനെ അറിയാത്തൊരു വ്യക്തി നാളെ കാലെടുത്ത് വെക്കാൻ പോകുന്നത് 21st സെഞ്ചുറിയുടെ ഏറ്റവും വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ്. അപ്പൊ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം. ഈ ആറ്റിറ്റ്യൂഡ് നമ്മളുടെ കറക്റ്റായ മാത്രമാണ്
നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പറയും എന്താണ് ആറ്റിറ്റ്യൂഡ്. ഇതില് ഞാൻ ഒരു സ്റ്റോറിയിലൂടെ നിങ്ങളെ അറിയിക്കാം. ഒരു അറബി, ഞാൻ ആർസിമിലേക്ക് വന്നപ്പോ കേട്ട ഒരു സ്റ്റോറിയാണ്. ഒരു അറബി നാട്ടില്, ആഫ്രിക്കൻ നാട്ടില് ഒരാളെ ചെരുപ്പ് കച്ചവടം ചെയ്യാനായിട്ട് പറഞ്ഞു വെച്ചു, ഒരു സെയിൽസ്മാനെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം പോയി, ഒരു സീനിയർ സെയിൽസ്മാൻ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം നമ്മുടെ ആഫ്രിക്കൻ കൺട്രികളിൽ ഇറങ്ങി അവിടെ നിരത്തിലൂടെ നടന്നു കഴിഞ്ഞപ്പോ ഒരാളും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മുതലാളിക്ക്, കമ്പനിയുടെ MD-ക്ക് വിളിച്ചു പറഞ്ഞു, സാർ ഇവിടെ നമ്മുടെ ബിസിനസ് ഒന്നും നടക്കില്ല. കാരണം എന്താണ്, ഇവിടെ ഒരാളും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ മുതലാളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ എന്നാ തിരിച്ചു വരും. കാരണം എന്തായാലും ഞങ്ങൾ ചെരുപ്പുണ്ടാക്കി, ചെരുപ്പ് വെക്കണല്ലോ. അപ്പൊ ഒരു ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, പുതിയൊരു സെയിൽസ്മാൻ, ആള് പറഞ്ഞു, സാറേ എന്നെ പറഞ്ഞയക്കൂ, എനിക്ക് എന്റെ ലൈഫിൽ രക്ഷപ്പെടണം, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അപ്പൊ നീ എന്ത് ചെയ്യാനാ, നീ പുതിയ ആളല്ലേ, അവൻ പഴയ ആള് പോയിട്ട് നടന്നില്ല കാര്യം, സാറെന്നെ ഒന്ന് പറഞ്ഞയക്കൂ, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോ ആ ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു ആഫ്രിക്കൻ കൺട്രിയിലേക്ക്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ, ഫ്ലൈറ്റ് ഇറങ്ങി അദ്ദേഹം നിരത്തിലൂടെ പോയി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം തോന്നി. എന്താണ്, ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല. മുന്നത്തെ ആൾക്ക് എന്താ തോന്നിയത്, ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല, അതുകൊണ്ട് എന്റെ ബിസിനസ് നടക്കില്ല. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ബിസിനസ് ഇവിടെ പൊടി പൊടിക്കും. അദ്ദേഹത്തിന് സന്തോഷം വന്നു. അദ്ദേഹം നേരെ MD-ക്ക് വിളിച്ചു പറഞ്ഞു, സാറേ ഇവിടെ നമ്മുടെ ബിസിനസ് അടിപൊളിയായിട്ട് നടക്കും, കാരണം ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല. അപ്പൊ MD വിചാരിച്ചു, മുന്നത്തവനും പറഞ്ഞു ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ചെരുപ്പ് കച്ചവടം നടക്കില്ല. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല, അതുകൊണ്ട് നമ്മുടെ കച്ചവടം അടിപൊളിയായിട്ട് നടക്കും. അദ്ദേഹം പറഞ്ഞു, സാറേ ഈ ചെരുപ്പിട്ടാനുള്ള ഗുണം എന്താണെന്ന് നമ്മൾക്ക് ഇവരെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇവിടെ പൊടി പൊടിക്കും. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലായത്, ഇവിടെ രണ്ട് വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡാണ്. ഒരേ സംഭവത്തെ രണ്ട് വ്യക്തികള് ഏത് കണ്ണിലൂടെയാണ് കണ്ടത്. ആർസിമിൽ വരുമ്പോഴും ഇത് തന്നെയാണ് പല ആളുകൾക്കും. ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ എന്താണ്, ആർസിമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇന്ന് സുഹൃത്തുക്കളെ, മൊബൈൽ ഉപയോഗിച്ചാൽ നമ്മുടെ കാശ് പോവും, TV ഉപയോഗിച്ച കാശ് പോവും, അതേപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചാൽ, വെള്ളം ഉപയോഗിച്ചാൽ, എന്തും ഉപയോഗിച്ചാലും നമ്മുടെ കാശ് പോവാണ്. ശരിയല്ലേ? നമ്മൾ അധ്വാനിക്കുന്ന പൈസ നമ്മൾ എന്താ ചെയ്യുന്നത്, ബിഗ് സീറോ ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും വർഷങ്ങളായിട്ട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ബാങ്ക് ബാലൻസ് സീറോയാണ്. കാരണം നമ്മൾക്ക് കിട്ടുന്ന പൈസ നമ്മൾ തിന്നാനും കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും ധരിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആശുപത്രി ചെലവിനും വേണ്ടിയിട്ട് ചെലവാക്കുന്നു. ശരിയല്ലേ? പക്ഷെ ഇവിടെയോ ആർസിമിൽ എന്താണ്, നമ്മൾ എന്തുപയോഗിച്ചാലും നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനം. പല്ല് തേച്ചാൽ പൈസ, കാലത്ത് ബ്രഷ് എടുത്താൽ അതിന്റെ പൈസ. കാരണം ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ എന്തുപയോഗിച്ചാലും നമുക്ക് പൈസ കിട്ടുന്ന ഒരു സംവിധാനം. നമ്മൾ ആർസിമിന്റെ ചായ കുടിച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ, ആർസിമിന്റെ കാപ്പി കുടിച്ചാൽ അക്കൗണ്ടിൽ പൈസ, ആർസിമിന്റെ ചപ്പാത്തി തിന്നാൽ അക്കൗണ്ടിൽ പൈസ. ഇതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നു, അന്ന് ഞാൻ പറയുന്നു മറ്റുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് എല്ലാ ആളുകൾ പോവുക, ആളുകൾ ആർസിമിലേക്ക് തിരിയും. ഇപ്പൊ രാജൻ സാറ് കാണിച്ചു തന്നു അതിമനോഹരമായ ഒരു സൂപ്പർ മാർക്കറ്റ്. ശരിയല്ലേ? അതേപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളാണ് ഇനി ആർസിമിൽ വരാൻ പോകുന്നത്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. ഇഷ്ടം വന്നു പോകുന്നുണ്ട്, ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പൊ നമ്മൾ ആർസിമിനെ പ്രതി നമ്മുടെ എന്താണ് കാഴ്ചപ്പാട്. അപ്പൊ ആദ്യത്തെ വേണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശരിയാക്കണം. ആർസിമിനെ പ്രതി നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. ഇത് വെറും ജനങ്ങളെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു ബിസിനസ് അല്ല. പറയുന്ന ഒരു കാര്യം, ये लोगों का ज्वाइन कराने का बिजनेस नहीं है, ये लोगों का जिंदगी बनाने का बिजनेस है. ഇത് ആളുകളെ ജോയിൻ ചെയ്യിക്കേണ്ട ബിസിനസ് അല്ല, ഇത് ആളുകളുടെ ജീവൻ മാറ്റിമറിക്കുന്ന ഒരു ബിസിനസ്സാണ്. സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ബിസിനസ്സാണ്. ഗരീബ്പൂരിൽ നിന്നും അമീർപൂരിലേക്കുള്ള യാത്രയാണ്. തെറി പറഞ്ഞല്ല കേട്ടോ. ഗരീബ്പൂർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നും അമീർ സമ്പത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ആർസിഎം. അതുകൊണ്ടാണ് ആർസിഎമ്മിനെ പറയുന്നത് രക്ഷപ്പെടാൻ ചെറിയ മാർഗം.
അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാക്കുക. മറ്റൊരു കാര്യമാണ് അംബിഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് ആറ്റിറ്റ്യൂഡ് ശരിയാക്കുക, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ് ആഗ്രഹം? എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആവണം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആവണം. ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനില്ല. സക്സസ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യമായിട്ട് ആരോഗ്യം വേണം. രണ്ടാമതായിട്ട് ആരോഗ്യമുണ്ടായിട്ട് കാര്യമില്ല, പൈസ വേണം. ഇനി ചില ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷെ ആരോഗ്യം ഒട്ടുമില്ല. മൂന്നാമതായിട്ട് കാശുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിന് ചെലവഴിക്കേണ്ട സമയം വേണം. ശരിയല്ലേ? ഇഷ്ടം പോലെ പൈസക്കാരെ നമുക്ക് കാണാം, പക്ഷെ അതിന് ചെലവഴിക്കേണ്ട സമയം അവരുടെ കയ്യിലുണ്ടോ? അതില്ല. ഇനി സമയം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സെക്യൂരിറ്റി വേണം. നാളെ ഞാനുണ്ടായാലും ഇല്ലെങ്കിലും എന്റെ വരും തലമുറ അല്ലെങ്കിൽ എന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. ഒരു ഡോക്ടർ ആണെങ്കിൽ ആളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അതിനെക്കുറിച്ച് ഒരു അറിവില്ല. ഡോക്ടർ പോയി കഴിഞ്ഞാല് മക്കളുടെ അധോഗതി. ശരിയല്ലേ? എന്റെ നാട്ടില് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ക്ലിനിക്ക്. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. 34% ഹാർട്ട് പേഷ്യന്റ് ഡോക്ടർമാരാന്ന് പറയുന്നു. ആളുടെ ഭാര്യയ്ക്കാണെങ്കിൽ ഒന്നും അറിയില്ല. അപ്പൊ ഡോക്ടറായിട്ട് വല്ല കാര്യമുണ്ടോ? വക്കീലിന്റെ ഭാര്യയ്ക്ക് വാദിക്കാൻ അറിയുന്നില്ല, മന്ത്രിയുടെ ഭാര്യയ്ക്ക് രാജ്യം ഭരിക്കാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇല്ല. വലിയൊരു ബിസിനസ്മാൻ, അവന്റെ കുട്ടികൾക്കോ ഭാര്യയ്ക്കോ ബിസിനസിനെ കുറിച്ചുള്ള ABCD അറിയില്ല. അവൻ പോയി കഴിഞ്ഞാല് ബിസിനസ് ഫ്ലോപ്പ്. സെക്യൂരിറ്റി ഇല്ല. നമ്മൾ നാളെ ഉണ്ടായില്ലെങ്കിലും നമ്മുടെ വരും തലമുറയ്ക്കൊരു സമ്പത്ത് നമുക്ക് വേണം. അതിനെയാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ചോദിക്കുന്നു, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന 250 പേരും സാറ്റിസ്ഫൈഡ് ആണോ? സംതൃപ്തരാണോ? നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരും, എന്ത്? ഇല്ല സാറേ, ഇല്ല. ശരിയല്ലേ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ. ഡോക്ടർ പറയുന്നു എഞ്ചിനീയറിന്റെ പണിയാണ് ശരി, എഞ്ചിനീയർ പറയുന്നു വക്കീലിന്റെ പണിയാണ് ശരി, വക്കീല് പറയുന്നു മന്ത്രിയുടെ പണിയാണ് ശരി, മന്ത്രി പറയുന്നു കളക്ടറിന്റെ പണിയാണ് ശരി, കളക്ടർ പറയുന്നു ഇതിന് നല്ല കൂലിപ്പണിയാണ് അല്ലെ, കൂലിപ്പണിക്കാര് പറയുന്നു പോലീസിന്റെ പണിയാണ് ശരി. കുൽ മിലാക്ക തേക്കനേസെ, മൊത്തത്തിൽ നോക്കണമെങ്കിൽ ആർക്കും അവരവരുടെ പണി ഇഷ്ടമല്ല. കാരണം എന്താണ്? ടെൻഷൻ, വരുമാനമില്ല, സീനിയർ സുപ്പീരിയർ പറയുന്നത് കേൾക്കേണ്ടി വരുന്നു, ആവശ്യമില്ലാത്തതിന് ഇല്ലാത്തതിന് ഉള്ളതിനും ചീത്ത, ടോർച്ചറിങ്, മെന്റൽ ടെൻഷൻ, ടാർഗറ്റുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താണ്? ഇത്രയും കാലം നമ്മൾ എന്താ വിചാരിച്ചേ? എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. മറ്റൊരാൾക്കും കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. എന്ന് വരേക്കും നമ്മൾ എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറയുന്നു, അന്ന് വരേക്കും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുന്നു, എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ തുടങ്ങുന്നു, എന്നു മുതൽ നമ്മളിലൂടെ മറ്റുള്ളവര് രക്ഷപ്പെടാൻ തുടങ്ങുന്നു, അന്നാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം ആളുകൾക്കും സാറ്റിസ്ഫൈഡ് അല്ല ചെയ്യുന്ന ജോലി. അടുത്താണ് എന്താണ്? സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞാൽ റെക്കഗ്നേഷൻ. അംഗീകാരം ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഇല്ല. ശരിയല്ലേ? ഇപ്പൊ ഞാൻ കോഴിക്കോടുള്ള വേണുഗോപാലൻ സാറ് 32 വർഷം പോലീസിലായിരുന്നു. ഇന്നിപ്പോ ഞാൻ 5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സത്യത്തില് വെരി വെരി ടയേർഡാണ്, എന്റെ തൊണ്ട കുറച്ച് വീക്കാണ്. എങ്കിലും ഡോക്ടർ രാൻ സാറ് പറഞ്ഞു, സാറേ ഈ മാസം ഒരുപാട് ആളുകൾ ജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വൈകിട്ട് ഒരു ക്ലാസ് കൊടുക്കണം. ഞാൻ വെരി വെരി ടയേർഡാണ്. മാത്രമല്ല ഇന്ന് എൻ്റെ ചേട്ടന്റെ മകളുടെ, വല്യച്ഛന്റെ മകളുടെ കല്യാണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. വൈഫൊക്കെ അവിടെയാണ്, ഞാനില്ല. ഞാൻ അവിടുന്ന് ഈ സമയം നോക്കി മുങ്ങിയതാ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾക്ക് അംഗീകാരങ്ങളില്ല. ആ പോലീസുകാരൻ വേണുഗോപാലൻ സാർ പറഞ്ഞൊരു കാര്യം, സാറേ 32 വർഷമായിട്ട് ഞാൻ പോലീസിലായിരുന്നു, ഇതുവരെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. പക്ഷെ RCMയിൽ വന്നതിന് ശേഷം ബിഗിനർ മുതല് അംഗീകാരങ്ങൾ. ശരിയല്ലേ? അംഗീകാരം എന്ന് പറഞ്ഞ് ശരിക്കും നല്ലൊരു വളമാണ്. അപ്പൊ ഈ രീതിയിൽ ഇതെല്ലാം കൂടുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ സാധിക്കുള്ളൂ. ഒന്നാമത്തെ ആരോഗ്യം വേണം, പൈസ വേണം, അതിന് ചെലവഴിക്കാൻ സമയം വേണം, നമ്മൾക്ക് സെക്യൂരിറ്റി വേണം, സാറ്റിസ്ഫാക്ഷൻ വേണം, നമുക്ക് അംഗീകാരങ്ങൾ വേണം. ഇതെല്ലാം കൂടുമ്പോഴാണ് നമുക്ക് സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും ഇതിനു വേണ്ടി നെട്ടോട്ടോടാണ്.
അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്ര പേർക്കുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആർസിഎം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചോളൂ, ആരോഗ്യം സംരക്ഷിച്ചോളൂ. അഥവാ അതില്ലെങ്കിൽ, അതിലേതെങ്കിലും ഒന്ന് കുറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക. കാരണം ഈ സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളം മാത്രമല്ല സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട് എനിക്ക് മാറാൻ സാധിച്ചത്. ഇത് എന്റെ കഴിവ് മാത്രമൊന്നുമല്ല, എന്റെ ആഗ്രഹവും എന്റെ ലീഡേഴ്സിന്റെ പരിപൂർണമായ സപ്പോർട്ടും എന്റെ കറക്റ്റായുള്ള ടീം വർക്കും. ഇതെല്ലാം നേടിത്തരാൻ പര്യാപ്തമായ ഒരു അനുഗ്രഹീതമായ ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. അതിന്റെ നന്മ നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെയാണ് എ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെയാണ് ബി. ABCD കണ്ട് പഠിപ്പിക്കാൻ പോകുന്നത്. ബി എന്ന് പറഞ്ഞാൽ ബിലീഫ്, വിശ്വാസം. എന്തിലൊക്കെയുള്ള വിശ്വാസം? മുന്ന് തന്നെ അവനവനിലുള്ള വിശ്വാസം. സെൽഫ് കോൺഫിഡൻസ്. മാക്സിമം ആളുകൾക്കില്ല, അതാണ് സെൽഫ് കോൺഫിഡൻസ്. അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കില്ല. നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ പറയാ? നമ്മുടെ വീട്ടുകാരൊക്കെ പറയും ഇങ്ങനെയുള്ളൂ, നിന്നെ കൊണ്ടൊന്നും ഒന്നിനു കൊള്ളില്ലാടാ. ഭാര്യ പറയും ഒരു കാര്യമില്ല, അയൽക്കാര് പറയും. നമ്മളും പറയണേ നമ്മളെ കൊണ്ട് കൊള്ളില്ല. പിന്നെ എങ്ങനെ നമ്മൾ ലൈഫിൽ സക്സസ് ആവാം? നമുക്ക് ബിലീഫ് വേണം, നമ്മളിൽ നമുക്കുള്ള വിശ്വാസം വേണം. എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്ത് കാണിക്കും. ആരെങ്കിലും ചെയ്താൽ ഞാൻ ചെയ്യുമെന്നല്ല, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കും. ഞാൻ ബെസ്റ്റാണ്, ഞാൻ സൂപ്പറാണ്. നമ്മൾക്ക് നമ്മളെ തന്നെ നിന്നെയാണ്. ശരിയല്ലേ? പിന്നെ എങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റാ? അപ്പോ ഇവിടെ നമുക്ക് ബിലീഫ്, നമ്മളിൽ വിശ്വാസം വേണം, സെൽഫ് കോൺഫിഡൻസ്. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ലീഡർ ഉണ്ട്, എന്നെ സഹായിക്കാൻ എന്റെ ലീഡർ ഉണ്ട്. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, തീരുമാനം മാത്രമാണ് നമ്മുടെ വർക്ക്. നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നത് ടീം വർക്കാണ്. ഒരു വ്യക്തി 100% പണിയെടുത്താൽ 100% റിസൾട്ട്. നാളെ ആ വ്യക്തിക്ക് എന്തെങ്കിലും പറ്റിയാലോ? സീറോ, ബിഗ് സീറോ. നമ്മൾക്കറിയാം, ഒരു കുടുംബത്തിന്റെ അത്താണിയായ മനുഷ്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിട്ട് മാറും? കട്ടപ്പോക. ശരിയല്ലേ? അങ്ങനെ ആ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള അത്താണി അവസാനിച്ച കുടുംബങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അഹങ്കാരമാണ്, എന്താ അതൊന്നും നമുക്ക് വരില്ല എന്നാണോ നിങ്ങളുടെ ധാരണ? അങ്ങനെയുള്ള ആളുകളെ കുറിച്ചും ചിന്തിച്ചു നോക്കൂ. ആ സ്ത്രീ ഒരു രാത്രി കഴിച്ചു കൂട്ടാൻ കഴിക്കുന്ന പാട് നോക്കൂ, കുട്ടികളെ നോക്കാൻ കഴിക്കുന്ന പാട് നോക്കൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മൾ ഒരാള് 100% പണിയെടുത്താൽ 100% റിസൾട്ട്. നാളെ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ആ വിളക്കൊന്ന് അണഞ്ഞാലോ? ശരിയാണോ? ഇവിടെ എന്താണ് ആർസിഎമ്മില്? 100 വ്യക്തികള് 1% പണിയെടുക്കുന്നു, റിസൾട്ട് 100%. നമ്മളൊരു ടീം വർക്കാണ്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു പനി വന്നാലും നോ പ്രോബ്ലം, റിസൾട്ട് 99%. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ടീം വർക്കാണ് ചെയ്യുന്നത്. നമ്മളൊരു കൂട്ടായ്മയാണ്. ഇന്ന് 250-ലധികം ആളുകൾ കേൾക്കുന്നുണ്ട്. നമ്മളൊരു കൂട്ടായ്മയാണ്. ഒരു പക്ഷെ എന്റെ ടീമിലുള്ള ആളുകൾ ഒരു 10% ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷെ എന്റെ ടീമിലല്ലാത്ത ആളുകളാണ് 90%. എനിക്കൊരു വാക്കുകൊണ്ട് ഒരാൾക്കൊരു പ്രചോദനം കൊടുക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തി. ശരിയല്ലേ? എനിക്ക് പൈസ കൊടുത്ത് നിങ്ങൾക്ക് 250 ആളെ സഹായിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഒരു വാക്ക്, ആ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ തറച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വാക്ക് എന്റെ ഉള്ളിൽ തറച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യാന്നുള്ള തീരുമാനം എടുത്തത്. അപ്പൊ ഈ ഒരു കണക്ക് എനിക്ക് കറക്റ്റ് ഇഷ്ടപ്പെട്ടു. 100 വ്യക്തികൾ 1% പണി ചെയ്താൽ 100% റിസൾട്ട്. നാളെ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് ഒരു പ്രശ്നവുമില്ല. ഇന്ന് ഞാൻ എന്ന വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കും ഒരു പ്രശ്നവുമില്ല. ഇത് നമുക്ക് നേടിത്തരാൻ പര്യാപ്തമായ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് ആർസിഎം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിലാണ് ബിലീഫ് വേണ്ടത്? പിന്നെ നമ്മുടെ കമ്പനിയിൽ നമുക്ക് ബിലീഫ് വേണം. ശരിയല്ലേ? ഇത് എത്ര നല്ല കമ്പനിയാണ്, കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണ്, ഇതിന്റെ നടത്തിപ്പുകാരൻ ആരാണ്, വിശ്വസിക്കാവുന്ന കമ്പനിയാണോ, ഇതിന്റെ എന്താണ്, ഇതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയാണോ, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്? നമുക്കറിയാം 20 വർഷമായിട്ട് 1940, അതായത് 43 വർഷമായിട്ട് 1977 തുടങ്ങിയ കമ്പനിയാണ്
2000-ലാണ് അവർ ഡയറക്ട് മാർക്കറ്റിംഗ് തുടങ്ങുന്നത്. അപ്പൊ 43 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. അതില് 20 വർഷമായി RCM തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതിക്ക് 20 വർഷം കംപ്ലീറ്റ് ആയി. ശരിക്കും പറഞ്ഞ യൗവനാവസ്ഥ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മകൻ നമ്മുടെ 20 വയസ്സാകുമ്പോൾ നമ്മൾ എന്താ പറയാ, അവന് യൗവനമായി. ശരിയല്ലേ? RCM തുടങ്ങിയിട്ടുള്ളൂ സുഹൃത്തുക്കളെ. അതിന്റെ യഥാർത്ഥ രൂപം ഇനി പുറത്തു വരാൻ പോകുന്നുള്ളൂ. ഇപ്പൊ വളരെ ആയിരുന്നു. ഇനിയും മനസ്സിലാക്കാം, 500-ലധികം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കമ്പനി. സത്യം പറഞ്ഞാല് ഞാൻ ആ കമ്പനി കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ഇന്ന് ആയിരക്കണക്കിന് ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ത്യയിലുണ്ടെങ്കിലും വാടക കെട്ടിടത്തിലാണ് അവരുടെ ഓഫീസ് പോലും. ശരിയല്ലേ? ഇത് 500-ലധികം ഏക്കറിൽ നമ്മുടെ ഹെഡ്ക്വാർട്ടർ വ്യാപിച്ചു കിടക്കുന്നു. 5000-ഓളം ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം. ഈ കഴിഞ്ഞ വർഷം കൊറോണയ്ക്ക് മുന്ന് 155 പേരാണ് എന്റെ കൂടെ വന്നത്. ആളുകൾ ഞെട്ടിപ്പോയി. ഇത്ര വലിയ കമ്പനി. മുന്നൊക്കെ കേട്ടപ്പോ എന്താ വിചാരിച്ചേ? ഇത് നുണയായിരിക്കും, വെറുതെ പറയുന്നത്. പല ആളുകളും പറഞ്ഞു, വാ, ഒരു കമ്പനിയുടെ ഉള്ളിൽ കടക്കാൻ സമ്മതിക്കില്ല, ചിലപ്പോ പുറത്തുകൂടെ കമ്പിമ പിടിച്ച് നടന്നിങ്ങനെ കാണാം. അങ്ങനെയും പല ആളുകളും വരാതിരുന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോ കാര്യം മനസ്സിലായി. നമ്മുടെ ഗോഡ് ഫാദർ സിനിമയില് 500 പറഞ്ഞ പോലെ, കയറി വാടാ മക്കളെ, കയറി വാ, വാതില് തുറന്നിട്ടാക്ക. 5000-ഓളം ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം. ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റുകളും ആട്ടുണ്ടാക്കണത് രാത്രി 12 മണിക്കും പോയി കാണാം നമുക്ക്. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് പ്യുവർ സാധനം. കേരളത്തിലെ പല ആളുകൾക്കും സംശയം തോന്നി. ലാബുകളിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിച്ചു. ചെക്ക് ചെയ്ത ലാബുകാർ പോലും ഞെട്ടിപ്പോയി. ഇത്രയും ഒറിജിനൽ സാധനം ലാബ് തുടങ്ങി ഇന്നുവരെ ഇവിടെ ചെക്ക് ചെയ്യിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി. ഉപ്പുണ്ടാക്കുന്നത്, നമ്മുടെ സോപ്പ് പൊടി ഉണ്ടാക്കുന്നത്, നമ്മുടെ മിക്സറുകൾ, മസാലകൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ചായപ്പൊടി, വലിയൊരു ഗോഡൗൺ. നോക്കിയാൽ നോട്ടത്തില്ല, അത്ര വലിയ ഗോഡൗണാണ് ചായപ്പൊടിയുടെ. അതിന്റെ ഓരോ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്ത് കാണിക്കും നമ്മളെ. ഇപ്പൊ RCMന്റെ ചായപ്പൊടി ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം, RCMന്റെ ചായപ്പൊടി ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാല് മാർക്കറ്റിൽ നിന്നൊന്നും ഉപയോഗിക്കില്ല നമ്മള്. കാരണം മാർക്കറ്റിൽ നിന്ന് ചായമാണ് വാങ്ങിച്ചു കുടിക്കുന്നത്, അല്ലെ? ഇവിടെ ചായയാണ് നമ്മൾ കുടിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും, തുണി ഉണ്ടാക്കുന്നത്, പല ബ്രാൻഡുകൾക്ക് തുണി ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് ബിലീഫ് വേണം, കമ്പനിയിൽ ബിലീഫ് വേണം. അതിനെക്കുറിച്ച് നമുക്ക് ബിലീഫ് വേണമെങ്കിൽ, വിശ്വാസം വേണമെങ്കിൽ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കണം, അല്ലെ? നമുക്ക് വിശ്വാസമുള്ള ആളുകൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. ഇപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. രാജസ്ഥാനിൽ പോകാൻ പറ്റോ? രാജസ്ഥാനിലെ ഭീൽവാഡയിലാണ്, ട്രെയിൻ സർവീസ് ഇല്ല. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ആവുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആരാണോ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നത് അവരിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വീഡിയോസ് കാണാം, നിങ്ങൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വരും. പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കാം. നല്ല മഴയാണ് കേട്ടോ, ഇവിടെ പൊരിഞ്ഞ മഴയാണ്, ഭയങ്കര സൗണ്ടാണ്. പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കാം, നമുക്ക് വിശ്വാസം വരും. ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കാം, ന്യൂട്രിചാർജ് സപ്ലിമെന്റ് കഴിച്ചു നോക്കാം. ഞാൻ 5 മണിക്കൂർ കഴിഞ്ഞ് 6ാമത്തെ മണിക്കൂറാണ് കണ്ടിന്യൂ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഒരു ഗുണമാണ്. തൊണ്ടവേദന വന്നു, നമ്മുടെ ചായ മസാല കാലത്തോടെ ഞാൻ കഴിക്കുന്നതാണ്. ബിജു സനിൽ മാഡം പറഞ്ഞു, സാറേ തൊണ്ടവേദന ഉണ്ടെങ്കിൽ RCMന്റെ ചായ മസാല സാർ വെറുതെ കയ്യിലിട്ട് നക്കിക്കൊണ്ടിരിക്കൂ. ഞാനിപ്പോ വെറുതെ കയ്യിലിട്ട് ചായ മസാല കഴിച്ചുകൊണ്ടിരിക്കുക നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എവിടെ കിട്ടാം? നമ്മൾ വർഷങ്ങളായിട്ട് പണിയെടുത്ത പൈസ മാർക്കറ്റിൽ നിന്ന് വിഷം വാങ്ങി തിന്ന് നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചു. മൾട്ടിനാഷണൽ കമ്പനികള് ഇന്ത്യയിൽ വന്ന് വിഷം വിറ്റ് നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചു. നമ്മുടെ പൈസ അവർ കൊണ്ടുപോയി. നമുക്കൊരു സംശയവുമില്ല, നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധു നമ്മളോട് വന്ന് പറഞ്ഞു, RCMന്റെ ചായപ്പൊടി നല്ലതാണ് കേട്ടോ, ഇത് ഉപയോഗിച്ച കാശ് കിട്ടും, അപ്പ സംശയമായി. ശരിയല്ലേ? മാർക്കറ്റിൽ നിന്ന് വിഷം വാങ്ങിച്ച് കഴിച്ചപ്പോ ആർക്കും സംശയമില്ല. നമ്മുടെ ഒരു ബന്ധു നമ്മളോട് പറഞ്ഞപ്പോൾ അതിൽ സംശയമായി. ആലോചിച്ച് നോക്കി, എന്താണ് ലോകം? സുഹൃത്തുക്കളെ, RCMന്റെ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല.
നിങ്ങൾ 100% പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ചൂടെടുത്തിട്ട് പോയല്ല, കൈ അഴിച്ചല്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് വിശ്വാസം വേണം. എന്തിലൊക്കെയാണ്? നമ്മുടെ കമ്പനിയിൽ വിശ്വാസം വേണം, നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, നമ്മുടെ സിസ്റ്റത്തിൽ വിശ്വാസം വേണം, നമ്മുടെ അപ്ലൈനിൽ വിശ്വാസം വേണം, നമ്മുടെ ഡൗൺലൈനിൽ വിശ്വാസം വേണം. ഓക്കെ, നമുക്ക് നമ്മളിൽ വിശ്വാസം വേണം. നിങ്ങൾക്ക് അതെന്തെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നില്ല, ഒരേ ലെവലിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സംതിങ് റോങ്. എവിടെയോ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ആ വിശ്വാസം ആർജിച്ചെടുക്കുക. അത്രയും വിശ്വാസയോഗ്യമായ ഒരു കമ്പനിയാണ് RCM. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റാണ് ബിലീവ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും നല്ലൊരു കമ്പനി കിട്ടാനില്ല. അടുത്തൊരു പോയിന്റാണ് കമ്മിറ്റ്മെന്റ്. എന്താണ് കമ്മിറ്റ്മെന്റ്? एक बार मैंने കമ്മിറ്റ്മെന്റ് कर लिया तो खुद का भी नहीं सुनता. എന്താണ്? ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് എന്നെയും പോലും ഞാൻ കേൾക്കില്ല. ഇതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് വിശ്വാസം വന്നു, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി, എനിക്ക് വിജയിക്കണം. ആ വിജയിക്കാനുള്ള ഒരു വഴിയാണ് RCM. എനിക്ക് വിശ്വാസം വന്നു. വിശ്വാസം വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തു. ഉറച്ച തീരുമാനം എന്താണ്? മുന്നോട്ട് വെച്ച കാല് ഇനി വെട്ടി മാറ്റിയാലല്ലാതെ പിറകോട്ടില്ല. ഇങ്ങനൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതോ തുമ്മുമ്പോ തെറിക്കുന്നതാണോ നിങ്ങളുടെ വിശ്വാസം? ഒരാള് നെഗറ്റീവ് പറയുമ്പോഴേക്കും വിട്ടുപോകുന്നതാണോ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്? അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. RCMന് നമുക്ക് വിശ്വാസം വന്നു, നമ്മുടെ ലീഡർമാരെ നമുക്ക് വിശ്വാസം വന്നു, പ്രൊഡക്റ്റില് നമുക്ക് വിശ്വാസം വന്നു. പിന്നെ എന്തിനാണ് നമ്മൾ കമ്മിറ്റ്മെന്റ് എടുക്കാതിരിക്കുന്നത്? നമ്മളൊരു ഉറച്ച തീരുമാനം, കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റോടുകൂടി വർക്ക് ചെയ്യാം. ഇനി എന്ത് സംഭവിച്ചാലും വിജയിച്ചേ അടങ്ങും. ഒരുപാട് ആളുകൾ നമ്മുടെ പിന്നിൽ നിന്ന് വലിക്കും, വീട്ടുകാർ പിന്നിൽ നിന്ന് വലിക്കും. അവർക്ക് മനസ്സിലായിട്ടില്ല, അവരെ മനസ്സിലാക്കി കൊടുക്കാം. എന്റെ ഭാര്യ പിന്നിൽ നിന്ന് ഭയങ്കര വലിയായിരുന്നു തുടക്കത്തില്. കാരണം പട്ടാളക്കാരൻ, ഫോറിനിൽ പോയ വ്യക്തി, മല്ലിമുളക് വിൽക്കാൻ നടക്കുന്നു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ മല്ലിമുളകല്ല വിൽക്കാൻ നടക്കുന്നത്. ഐ ആം സെയിലിംഗ് പ്രൊഡക്റ്റ്. ഐ ആം നോട്ട് സെയിലിംഗ് പ്രൊഡക്റ്റ്, ഐ ആം സെയിലിംഗ് ഓപ്പർച്യൂണിറ്റി. ഞാൻ വിൽക്കാൻ നടന്നത് പ്രൊഡക്റ്റ് അല്ല, അവസരമാണ്. ജീവിതകാലം മുഴുവനും വിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നടന്നത്. ഞാൻ ജനങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പ്രൊഡക്റ്റ് വിൽക്കാൻ നടന്നത്. ഓക്കെ, പക്ഷെ ഒരു തീരുമാനം ഞാൻ എടുത്തു. എനിക്ക് രക്ഷപ്പെടാനായിട്ടുള്ള അവസാന വണ്ടിയാണ് RCM. RCM രക്ഷപ്പെടാൻ ചെറിയ മാർഗം അല്ലെ? അപ്പൊ ഉറച്ച തീരുമാനം എടുത്തു. വൈഫ് വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് ഐഡിയ എടുത്താ. എന്നോട് വിദേശത്തായിരുന്നപ്പോ വൈഫ് പറഞ്ഞു, ഗിരീഷേട്ടാ മിലിറ്ററി ക്യാൻറ്റീൻ തൃശ്ശൂര് പോണം, പിന്നെ കൊച്ചിയില് പോണം. എനിക്ക് എത്ര ദൂരം പോകാൻ പറ്റില്ല കേട്ടോ. ചാലക്കുടിയിൽ RCMന്റെ ഒരു കടയുണ്ട്, ഞാനൊരു ഐഡിയ എടുത്തോട്ടെ. ഞാൻ പറഞ്ഞു, അതിനെന്താ ശിക്ഷ, നീ എടുത്തോ. RCM നമ്മൾ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടുള്ളതല്ലേ 2007. ഇപ്പൊ 2016 ഈ സാധനം എടുത്തോ. 174 രൂപ തവണ നമുക്ക് 142 കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ? ജീവിതത്തിന്റെ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടല്ലേ ഓരോരുത്തരും, ശരിയല്ലേ? അപ്പൊ സാധനം വില കുറച്ച് കിട്ടുകയാണെങ്കിലോ സൂപ്പർ. അങ്ങനെ എന്റെ വൈഫ് നമ്പർ എടുത്താ, നാട്ടിൽ വന്ന് തവിടെണ്ണ കഴിച്ച എന്റെ കൊളസ്ട്രോൾ മാറി, ന്യൂട്രീഷൻ സപ്ലിമെന്റ് കഴിച്ച ഡിസ്ക് പ്രോബ്ലം മാറി. ഡോക്ടർ രായൻ സാറിനും മോദി സാറിനും ഗൈഡ്ലൈൻ ഉണ്ടോ? അത് കഴിഞ്ഞപ്പോ അപ്പോഴും ഇതിന്റെ ബിസിനസ് സാധ്യത കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. ഓടി നടന്ന് കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഡോക്ടർ രായൻ സാറിന്റെ വാലായിട്ട് ഞാൻ നടന്നു പഠിക്കാനായിട്ട്. എന്തിന്? ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകണ്ടല്ലോ. അന്ന് കാശ് കുറവായിരുന്നു, കമ്മീഷനില്ല. നന്ദന സാറിന്റെ വണ്ടിയിൽ കറങ്ങി ഊരി ചുറ്റി. വൈഫ് പറഞ്ഞു, കാലത്ത് പോയി വൈകുന്നേരം വരും, ഈ മനുഷ്യന്റെ എവിടേക്ക് പോണേ, വീട്ടിലിരുന്നൂടെ? ഫോറിൽ നിന്ന് വന്നിട്ടാണ്. കുറച്ച് നാളെങ്കിലും വൈഫിന്റെ കൂടെ ഇരുന്നൂടെ?
ഫോറിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, പെർമനന്റ് നിന്റെ കൂടെ ഉണ്ടാവും. അത് ആൾക്ക് മനസ്സിലായില്ല. 5-10 ക്ലാസ് അറ്റൻഡ് ചെയ്തു. വലിയൊരു ക്ലാസ്സിൽ ഒരു അവസരം കിട്ടി, അവസരം കാണാൻ പറ്റി. ഇത് വെറും മല്ലിമുളകും വിൽക്കുന്ന ഒരു ബിസിനസ് അല്ലെന്നും ഇതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാല് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും വർഷങ്ങളായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, ശരിയല്ലേ? ഒരുപക്ഷെ നിങ്ങളെ ലീഡർ വലിച്ചയച്ചു കൊണ്ടുവന്നായിരിക്കും RCMല്, മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലാവാത്തത് കൊണ്ടാണ് തീരുമാനം എടുക്കാത്തത്. കമ്മിറ്റ്മെന്റ് ഇല്ല, കാരണം മനസ്സിലായിട്ടില്ല. ഇന്ന് മനസ്സിലാക്കാം, RCM നമുക്ക് രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗമാണ്. ഞാൻ മനസ്സിലാക്കി, ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തു. എന്താണ്? ഇനി RCM ആണ് എന്റെ ജീവിതം. വൈഫ് ഞെട്ടി. ഞാൻ തമാശക്ക് നമ്പർ എടുത്തു, ഈ മനുഷ്യൻ ജോലി വിട്ട് നാട്ടിൽ നിൽക്കാൻ. ആള് പറഞ്ഞു, ചേട്ടാ ഈ മല്ലിമുളം വിട്ടിട്ട് എന്ത് കിട്ടാനാ, ചേട്ടൻ വിദേശത്തേക്ക് പോ. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, ഞാൻ ഇനി ഒരു സ്ഥലത്തേക്ക് ഇല്ല, ഞാൻ ഇവിടെ കണ്ടു. എനിക്ക് കാര്യം മനസ്സിലായി, എന്റെ വൈഫിന് കാര്യം മനസ്സിലായില്ല. സുരേന്ദ്ര സാറ് പറഞ്ഞ മാതിരി സംഗതി മനസ്സിലായില്ലേ വൈഫിന്, സംഗതി എനിക്ക് മനസ്സിലായി. എന്ത്? RCM വെറും മല്ലിമുളം വിൽക്കുന്ന ഒരു ബിസിനസ് അല്ലെന്നും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു പ്രസ്ഥാനമാണെന്നും മനസ്സിലായി. വൈഫ് ടെൻഷൻ, വൈഫിന്റെ വീട്ടുകാര് ടെൻഷൻ. ഈ മനുഷ്യൻ എന്ത് ഭാവിച്ച 15,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ലോൺ അടയ്ക്കാൻ തികയുന്നില്ല, 5 പൈസ വരുമാനം ഇല്ലാണ്ട് എന്താ ചെയ്യാ? എന്നോട് പറഞ്ഞു പിന്തിരിപ്പിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, മോളെ ഇനി ഞാൻ പിന്തിരിയില്ല. കമ്മിറ്റ്മെന്റ്, ഉറച്ച തീരുമാനം. ഒരു പ്രാവശ്യം തീരുമാനം എടുത്താൽ, ഒരു തടവ് ചെന്നാൽ 100 തടവ് ചെന്ന മാതിരി ഞാൻ തീരുമാനം എടുത്തു. എത്ര പേർക്ക് ആ തീരുമാനം എടുക്കാൻ സാധിക്കും? ഞാൻ വിജയിച്ച് അടങ്ങും. തീരുമാനം എടുത്തു. ലാസ്റ്റ് വൈഫിന് കാര്യം മനസ്സിലായി, ഞാൻ ഇനി വിദേശത്തേക്ക് പോകില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അവൾക്ക് ഞാൻ ഇവിടെ നിൽക്കണോണ്ട് ഇഷ്ടമില്ലാണ്ടൊന്നുമില്ലാട്ടാ, നല്ല സ്നേഹമുള്ള ഭാര്യയാണ്. പക്ഷെ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരു തൊഴിൽ പോലും ഇല്ല. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായി, ഇതിൽ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പടിപടിയായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കുമെന്ന് മനസ്സിലായി. ലാസ്റ്റ് വൈഫ് എന്നോട് പറഞ്ഞു, ആൾക്ക് മനസ്സിലായി ഞാൻ വിദേശത്ത് പോകില്ല എന്നുള്ള കാര്യം. ആൾ എന്നോട് പറഞ്ഞു, ചേട്ടാ അങ്ങനെയൊന്നും കാര്യം ചെയ്യും, ചേട്ടാ ഒരു ഡ്യൂട്ടിയും കൂടി ചെയ്യേ, പട്ടാളക്കാരനല്ലേ, ഇഷ്ടം പോലെ സെക്യൂരിറ്റി ഡ്യൂട്ടി കിട്ടും. ഞാൻ പറഞ്ഞു, സെക്യൂരിറ്റിക്ക് ഒന്നും ഒരു പഞ്ഞല്ല. പക്ഷെ എന്താ പട്ടാളക്കാർ സെക്യൂരിറ്റി ചെയ്യാനായിട്ട് തീരെഴുതി വന്ന ആളുകളാണോ? പട്ടാളക്കാർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നാടിന്റെ സേവനം ചെയ്ത ആളുകളാണ്, നാടിനെ കാത്തു രക്ഷിച്ച ആളുകളാണ്. ഒരു തുക്കട കമ്പനിയിൽ നമ്മള് ഗേറ്റ് തുറക്കാൻ നിൽക്കേണ്ട ആളുകളല്ല പട്ടാളക്കാര്. നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ, ശരിയല്ല സുഹൃത്തുക്കളെ? ഈ ഒരു തീരുമാനം, എനിക്കൊരു കാര്യം മനസ്സിലായി, RCMലോട് ഒരുപാട് ആളുകൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു. ഇനി വിജയിച്ചേ അടങ്ങൂ. ഇനി വിജയം എനിക്കുണ്ടെങ്കിൽ RCMലൂടെ മാത്രമേ ഉള്ളൂ. ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തു. നിങ്ങൾക്ക് എത്ര ആ തീരുമാനം എടുക്കാൻ പറ്റും? നിങ്ങളുടെ ഫോക്കസ് എത്ര പേർക്ക് അങ്ങനെ ഷാർപ്പാക്കാൻ പറ്റും? ഞാൻ ഉറച്ച തീരുമാനം എടുത്തു. എന്ത്? ഈ മാസം എനിക്ക് ഓപ്പണർ ആവണം, ഈ മാസം എനിക്ക് ഈഗിളാവണം, ആയി കാണിച്ചു. ഈ മാസം എനിക്ക് സ്റ്റാർ ആവണം. സ്റ്റാർ ആവുന്ന വരെ എനിക്ക് സ്വപ്നമായിരുന്നു. RCMൽ വന്ന് ഇന്ന് നിങ്ങൾ പല ആളുകളും പുതിയ ആളുകൾ ഉണ്ടാവും, സ്റ്റാറിന് താഴെയുള്ള ആളുകൾ. എന്റെ സ്വപ്നമായിരുന്നു സ്റ്റാർ. ഞാൻ 6 മാസം കൊണ്ട് സ്റ്റാറായി. 6 മാസം കൊണ്ട് തീരുമാനിച്ചെടുത്ത തീരുമാനങ്ങളാണ്. തീരുമാനിച്ച് അതിലേക്ക് എത്തിപ്പെട്ടു. നിങ്ങൾക്ക് എത്ര പേർക്ക് തീരുമാനം എടുക്കാൻ പറ്റും? ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മൾ ഉറച്ച തീരുമാനം എടുക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. കമ്മിറ്റ്മെന്റ്. ഞാൻ പറഞ്ഞു, ഇന്ന മാസം ഞാൻ ഗോൾഡ് ആവും, ഇന്ന മാസം ഞാൻ സ്റ്റാർ പ്ലാറ്റിനം ആവും, ഇന്ന മാസം ഞാൻ പേളാവും, ഇന്ന മാസം ഞാൻ സ്റ്റാർ പേളാവും, ഇന്ന മാസം ഞാൻ എമറാൾഡ് ആയിരിക്കും, ഇന്ന മാസം ഞാൻ സ്റ്റാർ എമറാൾഡ് ആയിരിക്കും. ഡിസംബർ എന്നൊന്നുണ്ടെങ്കിൽ ഈ വർഷത്തില് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റാർ എമറാൾഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് കമ്മിറ്റ്മെന്റ്. എത്ര പേർക്ക് ഈ രീതിയിൽ കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞേ. കമ്മിറ്റ്മെന്റ് എടുക്കാനായിട്ട് ചങ്കുറപ്പ് വേണം, ശരിയല്ലേ? ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് ചങ്കുറപ്പ് വേണം. എന്റെ ലീഡർ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, ഞാൻ RCM വിടാൻ പോവാ. എന്നെ കാറിന്റെ മുൻസീറ്റിൽ എടുത്തില്ല, ഞാൻ RCM വിടാണ്, ശരിയല്ലേ? പല ആളുകളുണ്ട്. ആർക്ക് വേണ്ടി നമ്മൾ RCM ചെയ്യണം? ഞാൻ RCM ചെയ്ത് രാജൻ സാറിന് മൂർത്തി സാറിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. എനിക്ക് വേണമെങ്കിൽ
4 വർഷം മുന്നേ അവര് പറഞ്ഞപ്പോ ആർസിഎം വിട്ടു പോകാമായിരുന്നു. ഞാൻ വിട്ടുപോയിങ്ങ ദൈവമേ, ഞാൻ ആലോചിക്കാണ്. അറബി നാട്ടില് കൊറോണയായിട്ട് ഞാൻ ഇരിക്കേണ്ട വന്നല്ലേ റൂമില് പണിയില്ലാണ്ട്. ആർസിഎമ്മിലായത് കൊണ്ടോ അവിടെ കിട്ടുന്നേക്കാളും 3 ഇരട്ടി വരുമാനം ഇവിടെ. എന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ, എന്റെ കുടുംബക്കാരുടെ കൂടെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റി. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? കമ്മിറ്റ്മെന്റ് വേണം, ഉറച്ച തീരുമാനം വേണം. ഇതിൽ ഞാൻ ചെയ്ത് അടങ്ങും, ഞാൻ വിജയിക്കും. ആരെങ്കിലും ചെയ്താൽ ഞാൻ ചെയ്യുന്നല്ല, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്ത് വിജയിക്കുന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് വേണം. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഡ്രീംസ്. സ്വപ്നങ്ങൾ. സ്വപ്നം കാണും, എനിക്ക് ഇന്ന അച്ചീവ്മെന്റിലേക്ക് എത്തണം, എനിക്ക് ഇന്ന കാറ് വേണം, എനിക്ക് ഇന്ന വീട് വേണം. സ്വപ്നങ്ങളില്ലാത്ത ഒരാൾ പോലില്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടായിരിക്കും, പക്ഷെ ആ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള വഴി എവിടെയാണുള്ളത്? വഴിയില്ല. ആ വഴിയാണ് ആർസിഎം. ഇന്ധനമാണ് ആർസിഎം. ഇന്ധനമാണ് നമ്മുടെ ഡ്രീം. ഒരു വണ്ടി ഓടണമെങ്കിൽ അതിൽ പെട്രോൾ വേണം, ഡീസൽ വേണം, ശരിയല്ലേ? അതേപോലെ നമ്മൾക്ക് ഇതിന്റെ അച്ചീവ്മെന്റിലേക്ക് എത്താനുള്ള ഇന്ധനമാണ് ഡ്രീം എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കുക, നിങ്ങൾക്ക് നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് നല്ലൊരു കാറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ശരിയല്ലേ? നിങ്ങൾക്ക് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല സ്വർണം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ശരിയല്ല? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഈ ആഗ്രഹങ്ങളുമായിട്ട് ഒരു ദിവസം മേലേക്ക് പോകും. പക്ഷെ ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിനെ എഴുതി വെക്കൂ. ആ എഴുതി വെച്ച ബുക്ക് നിങ്ങൾ എന്നും എടുത്ത് വായിക്കൂ. ആ വായിക്കുമ്പോൾ അതാണ് നമ്മുടെ ഇന്ധനം, നമ്മുടെ ഡ്രീംസ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീമിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് സാധിക്കുമോ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു എന്തെങ്കിലും വരും, സാധിക്കില്ല സാറേ, സാധിക്കില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ സാധിക്കില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് അടിയുറച്ചു വരൂ, ഒരു കമ്മിറ്റ്മെന്റോടുകൂടി വരൂ. ആർസിഎം 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രീമുകളെ ഉണർത്തുന്നു, ചത്ത് കിടന്നവനെ ജീവനുള്ളവരാക്കുന്നു. ചത്ത് കിടന്നവൻ എന്ന് പറഞ്ഞാൽ ഡ്രീം ഇല്ലാത്തവന് ഡ്രീം ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാവരും പറയാറുണ്ട് ഗിരീഷ് സാറ് സ്വപ്നങ്ങളുടെ രാജകുമാരൻ. കാരണം എന്താണ്? യെസ്, എനിക്ക് ഡ്രീം ഉണ്ട്, ഒരുപാട് ഡ്രീം ഉണ്ട്. എന്റെ എല്ലാ ഡ്രീമുകളും ഞാൻ ആർസിഎമ്മിലൂടെ നേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നേടാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന ജോലികളോട് നേടാൻ പറ്റുമോ? നേടാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ആർസിഎമ്മിലേക്ക് കടന്നു വരൂ, ഉറച്ചു നിൽക്കൂ. ആ ഡ്രീമുകൾ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതൂ, അതിനെന്നും നിങ്ങൾ വായിക്കൂ. കാലത്തും വൈകിട്ടും നമ്മൾ അതിനെ വായിക്കണം. അതേപോലെ തന്നെ ബേണിംഗ് ഡിസയർ. എന്താണ്? ഒരു ഡിസയർ വേണം. ആ ഡ്രീമിലേക്ക് ഞാൻ എത്തിയിരിക്കും. ഒരു തീ നമ്മുടെ ഉള്ളിൽ കത്തിക്കണം. എന്ത്? ഞാൻ വിജയിച്ചിരിക്കും. നിങ്ങൾ ആർസിഎം ചെയ്തു തുടങ്ങുമ്പോൾ പല ആളുകളും കളിയാക്കും. ആ കളിയാക്കുന്ന ആളുകളെ ചെയ്ത് കാണിക്കാനുള്ള ഒരു ഡിസയർ, തീ നിങ്ങൾക്ക് വേണം. തീരുമാനം നിങ്ങൾ എടുത്തോളൂ. ആർക്ക് വേണ്ടി വേണമെങ്കിലും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ കളിയാക്കിയ ആളുകളെ വിജയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? വിജയിക്കാനുള്ള ഒരു തീ നമ്മുടെ ഉള്ളിൽ കത്തണം. എൻ്റെ ഉള്ളിൽ തീയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും. തീയില്ലാത്ത ആളുകൾക്ക് വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ തീയില്ലെങ്കിൽ തീയിടും, എന്തെങ്കിലും കത്തിക്കും, എന്തെങ്കിലും കാരണം ക്രിയേറ്റ് ചെയ്യൂ. കുച്ചുബി റീസൺ പൈതാക്കാരോ, എന്തെങ്കിലും റീസൺ വേണം വിജയിക്കാനായിട്ട്. റീസൺ ഇല്ലാത്ത ഒരാൾക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഡ്രീം വേണം, നമുക്ക് ബേണിംഗ് ഡിസയർ വേണം, ശരിയല്ലേ? അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് നമ്മൾ എന്തൂസിയാസം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറുക്ക്, തകൃതി. എപ്പോഴും നമ്മൾ ഉഷാറായിട്ടിരിക്കണം. ഞാൻ 5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു വന്ന ആളാ, ഇപ്പോഴും ഉഷാറാ. കാരണം എന്താണ്? എനിക്ക് മനസ്സിലായി ആർസിഎമ്മിൽ പടിപടിയായിട്ട് കയറാൻ പറ്റുന്നു. 21 സ്റ്റെപ്പുകളാണ് ആർസിഎമ്മിലുള്ളത്. എന്തൊക്കെയാണ്? ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിള്, റണ്ണർ, വിന്നർ, സ്റ്റാർ. ഒരു ശ്വാസം വിട്ടു അല്ലെ? ഗോൾഡ്, സ്റ്റാർ ഗോൾഡ്, പ്ലാറ്റിനം, സ്റ്റാർ പ്ലാറ്റിനം, പേള്, സ്റ്റാർ പേള്, എമറാൾഡ്. 14ാമത്തെ പടിയാണ് സുഹൃത്തുക്കളെ. 0-ൽ നിന്നും 14ാമത്തെ പടി എനിക്ക് കയറാമെന്നുണ്ടെങ്കിൽ, 1 ലക്ഷം വരുമാനം മേടിക്കാമെന്നുണ്ടെങ്കിൽ 21 പടികളാണ് ആർസിഎമ്മിൽ. ഇനി സ്റ്റാർ എമറാൾഡ്, റൂബി,
സ്റ്റാർ റൂബി, അത് കഴിഞ്ഞാലോ സഫയർ, സ്റ്റാർ സഫയർ, ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ട്. എത്ര വരുമാനം സ്റ്റാർ ഡയമണ്ട് ആയി കഴിഞ്ഞാൽ? 50 ലക്ഷം. ബോധം കെട്ട് വീഴും ചില ആളുകൾ ഇത് കേട്ട് കഴിയുമ്പോ. 0 നിന്നും 50 ലക്ഷം വരുമാനം. ഇത് നുണയൊന്നല്ല. 1000 മുതൽ 50 ലക്ഷത്തിന് മേലെ വരുമാനം മേടിക്കുന്ന ആളുകൾ നമ്മുടെ RCMലുണ്ട്. 50 ലക്ഷം മേടിക്കുന്ന ആളുകളെ തൊട്ട് ഷെയ്ക്കൻഡ് കൊടുത്ത ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ശരിയല്ലേ? അതൊക്കെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടും. അപ്പോ ഓരോ പടിപടിയായിട്ട് കയറാം. ഇന്നൊരു തീരുമാനം എടുക്കാം. ഇന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കാം. ഞാൻ വെറുതെ RCMൽ വന്ന് RCMകാരൻ എന്ന് പറഞ്ഞ RCMന്റെ പേര് നശിപ്പിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കാണിക്കും. സത്യം പറഞ്ഞാല് ഞാൻ എമറാൾഡ് എന്ന് പറഞ്ഞുള്ള പൊസിഷനിൽ ഇരുന്ന് ഞാൻ ക്ഷീണിച്ചു. എനിക്ക് വയ്യാണ്ടായി, എനിക്ക് മടുത്തു എമറാൾഡ്. സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. നിങ്ങൾ ആരെങ്കിലും എന്റെ ഈ പൊസിഷൻ തട്ടിയെടുത്തോളൂ. കാരണം എന്താണ്? പല ആളുകളും മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഒരേ പൊസിഷനിൽ നിൽക്കണേ. നിങ്ങൾക്കൊന്നും മടുക്കുന്നില്ലേ? എനിക്ക് മടുത്തുപോയി. ശരിയല്ലേ? അടുത്ത പൊസിഷനിലേക്ക് പോ സുഹൃത്തുക്കളെ. ഇതാണ് സക്സസ് എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ ജേർണി. ഒരു യാത്രയാണ്. അതാണ് ബിഗിനർ സ്റ്റാർട്ടർ മുതൽ നമ്മൾക്ക് മേലേക്ക് പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ആരോ വന്നിട്ടുണ്ട്, സോറി. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ പടിപടിയായിട്ട് നമുക്ക് RCMലൂടെ വിജയിക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി വർക്ക് ചെയ്യാം. നമ്മൾ എന്തൂസിയാസ്റ്റിക് ആയിരിക്കാം, എപ്പോഴും എനർജറ്റിക് ആയിരിക്കാം. ശരിയല്ലേ? പല ആളുകളും ഡാലയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ജീവനില്ല. പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? തണുപ്പന്മാരെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തണുപ്പന്മാര് പോലും എനർജി ഉള്ള ആളുകളുടെ കൂടിയാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ തണുപ്പിനായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരെങ്കിലും വരോ? ഇല്ല. നമ്മൾ എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, പവർഫുൾ ആയിരിക്കണം, എപ്പോഴും ചുറുചുറുക്ക് വേണം. പല ആളുകളും പറയാറുണ്ട്, എന്റെ ബിസിനസ് മുന്നോട്ട് പോകണില്ല, എങ്ങനെ പോവാ? ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മൾക്കറിയാം, ചില ബസ് സ്റ്റാൻഡുകളില് ബസ്സുകൾ ഇങ്ങനെ പോകാനിരിക്കുക. ഒരു ബസ് അവിടെ കിടക്കാണ് വെറുതെ. അടുത്തൊരു ബസ് മുന്നോട്ടെടുക്കും പിന്നോട്ടെടുക്കും, മുന്നോട്ടെടുക്കും പിന്നോട്ടെടുക്കും, മുന്നോട്ടെടുക്കും പിന്നോട്ടെടുക്കും. നമ്മൾ ഏത് ബസ്സിൽ കയറിയിരിക്കുക? മുന്നു പോകുന്നത് മറ്റേ ബസ്സായിരിക്കും. പക്ഷെ ഒരുത്തം കിടന്നിട്ട് ഇങ്ങനെ തന്നെ കാണിക്കുക, നമ്മള് ആ മൂവായിട്ട് നിൽക്കുന്ന വണ്ടിയിലേ കയറിയിരിക്കുള്ളൂ. ശരിയല്ലേ? ഓഫ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയിൽ ആരെങ്കിലും കയറോ? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും RCMൽ വണ്ടി ഓഫ് ചെയ്തിട്ടൊക്കെ. പക്ഷെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. നിങ്ങളുടെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ വരും. പടിപടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ? അപ്പോ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ആറ്റിറ്റ്യൂഡ് വേണം, നമ്മൾക്ക് അംബിഷൻ വേണം, നമുക്ക് ബിലീഫ് വേണം, നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം, അതുപോലെ തന്നെ ഡ്രീംസ് വേണം, ബേണിംഗ് ഡിസയർ വേണം. നമ്മൾ എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം. ഈ രീതിയിൽ നമ്മൾ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്താൽ വിഷൻ 2020 ഓരോ വ്യക്തികളുടെയും ലൈഫിൽ വിജയത്തിന്റെ വർഷമായിരിക്കും. ഇത്ര ദിവസം നിങ്ങൾ എന്ത് ചെയ്തു അത് നിങ്ങൾ നോക്കണ്ട. ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കുക. ഗിരീഷ് സാറ് പറഞ്ഞത് ശരിയാണ്. എന്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആവണം, എനിക്ക് സക്സസ് ആയാൽ മതിയാവും. നാളെ മുതൽ ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് RCM ചെയ്യും. എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഒരു സ്റ്റെപ്പിനി ആയിട്ട്. ശരിയല്ലേ? എടുക്കാൻ പറ്റോ? എല്ലാവരും ഒരു ഉറച്ച തീരുമാനം എടുക്കാം. ഞാൻ RCMൽ വരുന്ന സമയത്ത് എന്നോട് ഒരു സ്റ്റോറി പറഞ്ഞു, ഒരു സാറ് പറഞ്ഞു. സ്റ്റോറി എന്താണെന്നറിയോ? നിങ്ങൾക്ക് കേൾക്കണോ? പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ആശ്രയിച്ച് കഴിയുന്ന ആളുകളൊക്കെ സ്നേഹിക്കുന്നുണ്ട്. ശരിയല്ലേ? ഒരു സ്റ്റെപ്പിനി ഉണ്ടോ? ഒരു 4 ലക്ഷം രൂപയുടെ വണ്ടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിൽ 5ാമത്തെ ഒരു വീലും കൂടി വെക്കും. അതാണ് സ്റ്റെപ്പിനി. ശരിയല്ലേ? ആ സ്റ്റെപ്പിനി ഇല്ലാതെ നമ്മൾ 4-5 ലക്ഷത്തിന്റെ വണ്ടി കൊണ്ടുപോവാറില്ല. കാരണം എവിടെയെങ്കിലും പോയിട്ട് ചെറിയ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ആ വണ്ടി പഞ്ചറാവും. അപ്പൊ നമ്മൾ സ്റ്റെപ്പിനി ഇട്ട് തിരിച്ചു വരും. നമ്മുടെ ശരീരത്തിന് എന്താണ് വില? ഈ വാഹനമാവുന്ന ശരീരത്തിന് എന്താണ് വില? ഒരു കിഡ്നി മാറ്റിവെക്കാൻ 30 ലക്ഷം, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ 3 ലക്ഷം, മുട്ട് മാറ്റിവെക്കാൻ എത്ര കാശ്? ലക്ഷങ്ങള്. മൊത്തത്തിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും കൂട്ടി നോക്കിയാൽ നിങ്ങൾ കോടാനുകോടി വിലയുണ്ട് നമ്മുടെ ശരീരത്തിന്. ശരിയല്ലേ? ഈ വില മതിക്കാൻ പറ്റാത്ത ശരീരത്തെ നമ്മൾ 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും
50,000 രൂപയ്ക്ക് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് വെച്ചാക്കണം. ശരിയാണോ? നമ്മുടെ ശരീരത്തിന്റെ വില നമ്മൾ തിരിച്ചറിയാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യുന്ന ജോലി വിട്ടുകളയണമെന്ന് ഞാൻ പറയുന്നില്ല. RCM എന്ന നന്മയെ നിങ്ങൾ മനസ്സിലാക്കാം. ഇന്നൊരു ഉറച്ച തീരുമാനം എടുക്കാം. ഇനി നിങ്ങൾക്ക് സ്റ്റെപ്പിനി എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്നോട് സാറ് പറഞ്ഞു, രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു 1:30 മണിയാവുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, കുഞ്ഞു മക്കള്, നിങ്ങളുടെ അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിലേക്ക് അങ്ങോട്ട് ചെല്ലാം. രാത്രി 1:30 മണിയാവുമ്പോ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ 1:30 മണിയാവുമ്പോ ആ റൂമിലത്തെ ലൈറ്റ് ഇടാം. എല്ലാവരും സുഖനിദ്രയിലായിരിക്കും. ശരിയല്ലേ? നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും മുഖത്തേക്ക് നോക്കാം. ആ കാരണന്മാരെ ഉറങ്ങുന്നുണ്ടായിരിക്കും. എന്ത്? എന്റെ മകനുണ്ട് എന്ന വിശ്വാസത്തില്, എന്റെ മകളുണ്ട് എന്ന വിശ്വാസത്തില്. ശരിയല്ലേ? നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാം. എന്റെ ചേട്ടനുണ്ട് എന്നുള്ള വിശ്വാസത്തില് ഭാര്യ സുഖനിദ്രയിലാണ്. നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ കണ്ണുകളിലേക്ക് നോക്കാം. നിഷ്കളങ്കമായിട്ടുള്ള മുഖം. അവരുറങ്ങാണ് എന്റെ അച്ഛനുണ്ട് എന്നുള്ള വിശ്വാസത്തില്. ശരിയാണോ? ഇതില്ലാത്ത ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഭർത്താവ് മരിച്ച ഒരു ഭാര്യയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആവലാതിയാണ് അവർക്ക്, പേടിയാണ് അവർക്ക്. ഓരോ രാത്രിയും കഴിച്ചുകൂടാൻ അവർ ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത്. ശരിയല്ലേ? നാളെ ഒരു അവസ്ഥ ആർക്ക് വന്നുകൂടാന്നില്ല. അങ്ങനെ വരാതിരിക്കട്ടെ. ഞാൻ പറയാണ്, അഥവാ വന്നാൽ നമ്മൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത്? നമ്മളില്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്തായിട്ട് മാറും? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. ഒരു സ്റ്റെപ്പിനി ആയിട്ട് RCM നിങ്ങൾ തിരഞ്ഞെടുക്കുക. RCM പോലെയുള്ള ഒരു നന്മ ഇനി വരാനില്ല. RCM ഇത്ര നല്ലൊരു പ്രസ്ഥാനമാണ്. ഇത് വെറും പൈസ ഉണ്ടാക്കാനുള്ള ഒരു മിഷൻ ഒന്നല്ല. നമ്മുടെ MD പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി RCM ചെയ്യണ്ട. RCMന്റെ നന്മ മനസ്സിലാക്കൂ. ഈ നന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എല്ലാവരും ഒരു ഉറച്ച തീരുമാനം എടുക്കുക. നിങ്ങളുടെ ഡ്രീമിനെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒന്നും കൂടി തെരഞ്ഞെടുക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങള്, സാറ് പറഞ്ഞ കാര്യം ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് രാത്രി ഉറക്കം വന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ഞാൻ സ്നേഹിക്കുന്നു. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ആരുണ്ട് തുണ? സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് സുന്ദരമാണ്. എനിക്കൊരു സ്വപ്നം. ഇനി എന്റെ സ്വപ്നം എന്താണ്? ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എനിക്ക് പേടിയില്ല. കാരണം എന്താണ്? ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ ഭാര്യയും മക്കളും സുന്ദരമായിട്ട് ജീവിക്കും. ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല. RCMന്റെ ആളുകൾ നന്മ ചെയ്യുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുന്ന ആളുകളാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നമ്മൾ രക്ഷിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒറ്റ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കട്ടെ. നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ ഫോളോ ചെയ്യുക. സിസ്റ്റം ഫോളോ ചെയ്യുക. കറക്റ്റുമായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ ഡിസ്പ്ലേ വാള് കൊണ്ടുവരാം. നമ്മുടെ ലീഡേഴ്സിനോട് ചോദിക്കാം, സാറേ ഈ മാസം എനിക്ക് സ്റ്റാർ ആവണം, ഈ മാസം എനിക്ക് ഗോൾഡ് ആവണം. ഞാൻ അത് എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ലീഡർ വിളിക്കുന്നത് നിങ്ങൾ നോക്കരുത്. എന്റെ ലീഡർ മാത്രം വിചാരിച്ചാൽ എനിക്ക് ജയിക്കാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു എനിക്ക് എന്റെ ലൈഫിൽ സക്സസ് ആവണം. എന്റെ ആഗ്രഹം ഞാൻ അവരെ അറിയിച്ചു. അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. ഞാൻ പഠിക്കാൻ തയ്യാറായി. നിങ്ങളും പഠിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ ലീഡറിന് ഇന്ന് രാത്രി തന്നെ നിങ്ങൾ വിളിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ലീഡറിനെ വിളിക്കുക. നിങ്ങൾ RCMലേക്ക് ആരാണോ കൊണ്ടുവന്നത് അവരെ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നമസ്കരിക്കുക. ഇത്രയും മനോഹരമായ ഒരു പ്രസ്ഥാനം തന്നതിന്. നാളെ മുതൽ ഒരു സുപ്രഭാതം തുടങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു ഗിരീഷ് സാർ. അതിമനോഹരമായിട്ടുള്ള ഒരു സ്പീച്ച് നമ്മൾ കേട്ടു. ഒരു സ്പീച്ചല്ല, ഹൃദയത്തിൽപ്പെട്ട കുറച്ച് വാക്കുകളാണ് നമ്മൾ കേട്ടത്. കാരണം അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത്, ആദ്യകാലങ്ങളിൽ സ്ട്രഗിൾ ചെയ്ത് പടിപടിയായിട്ട് വളർന്ന, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ വളർന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം കൊണ്ടുവരുന്ന ടീമിന് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിലൂടെ വരാൻ പോകുന്ന എല്ലാ ആളുകൾക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ആ ABCD ഓഫ് സക്സസ് അത് ഈ മേഖലയിൽ എന്നല്ല, ഏത് മേഖലയിലും വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാവുന്നതാണ്. പക്ഷെ നമ്മളതിൽ ഉറച്ചു നിൽക്കുക, ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് എപ്പോഴും നിലനിർത്തുക, ശക്തമായിട്ടുള്ള ഒരു വിശ്വാസം. കാരണം ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ കയ്യിലെടുത്തിട്ട് കുട്ടിയെ മേലോട്ട് എറിഞ്ഞാൽ സാധാരണ ഇതിൽ എന്താ സംഭവിക്കുക? കുട്ടി ചിരിക്കും. കാരണം കുട്ടിക്ക് അറിയാം ഞാൻ എങ്ങനെ വീണാലും എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ആ കുട്ടിയെ പിടിക്കുമെന്ന്. ഓക്കെ, അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ യു ഡു ഇറ്റ്, യു ബ്ലൈൻഡ്ലി ഡു ഇറ്റ്. കണ്ണടച്ച് ചെയ്യുക, അവിടെ നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും.
കാരണം അവിടെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ കവറേജ് ചെയ്യാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ലീഡേഴ്സ് ഉണ്ടായിരിക്കും. ഈ ABCD ഓഫ് സക്സസ് നമ്മുടെ ലൈഫിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരും, പ്രാവർത്തികമാക്കൂ. വലിയ വലിയ നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ മാസം നമുക്ക് ഒരുപാട് ടാർഗറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയൊരു ടാർഗറ്റ് ആനിവേഴ്സറി സെലിബ്രേഷന് എല്ലാ വ്യക്തികൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റേജിൽ കയറാനുള്ള അവസരമുണ്ട്, ബിഗിനർ മുതൽ. അപ്പൊ ആലോചിച്ച് നോക്കുക, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന 257 പേര് വരെ വന്നിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇതിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഡു നോട്ട് പോസ്റ്റ്പോൺ ദ തിങ്സ്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്നൊന്നും കാത്തിരിക്കേണ്ട. അങ്ങനെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല. പ്രശ്നങ്ങൾക്കിടയിൽ കൂടെ നമുക്ക് പോയിട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കണം. അപ്പോ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം തന്ന ഗിരീഷ് സാറിന് ഞാൻ സ്പെഷ്യലി താങ്ക്സ് പറയുന്നു. ഈ പ്രോഗ്രാം നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സമയമായി. സജീവ് സാർ അവൈലബിൾ അല്ലേ? സജീവ് സാർ അല്ലല്ല, സജീവ് സാർ അവൈലബിൾ ആണോ? സജീവ് കുമാർ. ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കാനാണ്. ഓക്കെ സാർ, സജീവ് അവൈലബിൾ അല്ലേ? ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാം ഒഫീഷ്യലി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് കൊമ്പിടിഞ്ഞാമക്കൽ എന്ന് പറഞ്ഞൊരു പ്രദേശത്തെ RCMന്റെ മാപ്പിലോട്ട് കൊണ്ടുവന്ന ഒരു വലിയൊരു പവർഫുൾ ലീഡർ, ഒരു ടെക്നിക്കൽ അച്ചീവർ, അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും നിറഞ്ഞ കരഘോഷത്തോടുകൂടി ഞാൻ സജീവ് സാറിനെ സ്റ്റേജിൽ ക്ഷണിക്കുന്നു. നമുക്ക് 4 മിനിറ്റ് സമയം ബാക്കി. ഓക്കെ സാർ, പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. JRCM. എന്റെ പേര് സജീവ് കുമാർ, കൊമ്പിടിഞ്ഞാമക്കലാണ് വീട്, സ്റ്റാർ പേൾ അച്ചീവറാണ്. ഇന്ന് വളരെ വ്യക്തമായ ഒരു വീക്ഷണമാണ് നമുക്കിന്ന് ഗിരീഷ് സാറ് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം RCMലൂടെ എങ്ങനെ നമുക്ക് വിജയിക്കണം, എങ്ങനെ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വളരെ വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാവുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണെന്ന് ഗിരീഷ് സാറ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കേൾക്കുന്ന ആളുകള് ഇന്ന് ആളുകൾ എല്ലാവർക്കും അറിയാം RCMലൂടെ വിജയിക്കാം. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് പലരും ഇന്ന് ആ ഒരു വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് ഇന്ന് കയറിപ്പറ്റാൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പലരും RCMന്റെ ആ ഒരു വിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വ്യക്തമായി ഇതിനെ പഠിക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അറിവുകളാണ് ഇന്ന് നമുക്ക് ഗിരീഷ് സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്, ഡോക്ടർ രാജൻ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് നമ്മുടെ ടീം അംഗങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വളരെ നല്ല രീതിയിൽ ഇന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ രാജൻ സാറിനെ ഞാൻ ആദ്യമായി ഈ പ്രോഗ്രാമിൽ നമുക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുമാതിരി തന്നെ ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാറ്, എമറാൾഡ്, എങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് RCMലൂടെ വിജയിക്കാമെന്ന് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന ഗിരീഷ് സാറിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ലീഡേഴ്സിനും, തീരുമാനങ്ങൾ നമ്മളാണ് എടുക്കേണ്ടത്. തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവതമ്പുരാൻ വിചാരിച്ചാൽ പോലും നമ്മൾ അതിൽ നിന്ന് പിന്മാറ്റാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും RCMൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും നമുക്ക് കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്കും നമുക്ക് ഇതൊരു പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നമ്പർ 1 ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. JRCM, ജയ് ഹിന്ദ്.